നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. കർത്താവായ മിശിഹായെ, അങ്ങ് ഞങ്ങളെ അങ്ങയുടെ ശരീരത്തിൽ ഒരുമിച്ച് കൂട്ടുകയും പിതാവിനോട് സംസാരിക്കാൻ കഴിയുന്നവരാക്കി ഉയർത്തുകയും ചെയ്തു. ദൈവാരാധനയുടെ സമൂഹമായി ഞങ്ങളെ രൂപപ്പെടുത്തി. ആരാധനാ സമൂഹമാകുന്ന പരിശുദ്ധ കത്തോലിക്ക സഭയുടെ അവയവങ്ങളായി തീരാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. നല്ല ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തെയും വലിയ സ്നേഹത്തെയും നന്ദിയോടുകൂടെ ഓർക്കുന്നു. അവിടുന്നാണ് ഞങ്ങളെപ്പോഴും നയിക്കുന്നത്. അവിടുന്നാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നൽകുന്നത്. ഞങ്ങളുടെ ആത്മാവിന് ആവശ്യമുള്ളവ, ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമുള്ളവ ഒക്കെ അവിടുത്തെ സന്നിധിയിൽ നിന്നാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഞങ്ങളുടെ ആത്മാവിന്, ഞങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും ആവശ്യമുള്ളത് അങ്ങയോടുള്ള ബന്ധമാണ് എന്ന് ഞങ്ങൾക്കറിയാം. വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞതുപോലെ, ദൈവത്തെ അനുഭവിക്കുന്നത് വരെ, കണ്ടുമുട്ടുന്നത് വരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ്. ദൈവത്തോടുള്ള ചേർന്നിരിക്കലാണ് ആത്മാവിൻ്റെ ദാഹം. പരിശുദ്ധ സഭയുടെ ആരാധനയിലൂടെ ഞങ്ങൾക്ക് അങ്ങയോട് ചേർന്ന് നിൽക്കാനുള്ള കൃപ അവിടുന്ന് ഞങ്ങൾക്ക് നൽകി. ദൈവാരാധനയുടെ വലിയ ശുശ്രൂഷകളിൽ പങ്കുചേരാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകി. ഈ ഭൂമിയിൽ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും സ്വാതന്ത്ര്യത്തോടുകൂടെ അങ്ങയെ ആരാധിക്കാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ നൽകി. അതിൻ്റെ വലിയ സൗഭാഗ്യത്തെക്കുറിച്ച് ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയോടുള്ള വലിയ സ്നേഹവും കാരുണ്യവും ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഏറ്റുപറയുകയും, അങ്ങയോടുള്ള വലിയ സ്നേഹവും അങ്ങേക്ക് ഞങ്ങളോടുള്ള വലിയ കാരുണ്യവും ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഏറ്റുപറയുന്നു. പരിശുദ്ധ മാതാവേ, അമ്മ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ഡീക്കൻ്റെ നല്ല വാക്കുകളോടുകൂടെ നമ്മൾ ഈ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. 104-ാമത്തെ ക്ലാസ്സാണ്. പക്ഷെ ഇതിൻ്റെ പ്രത്യേകത, ഏറ്റവും ആദ്യം ചർച്ച ചെയ്യപ്പെട്ട സാക്രസാങ്ക്തും കൊഞ്ചീലിയം എന്ന ദൈവാരാധനയെക്കുറിച്ചുള്ള ഡോക്യുമെന്റിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇതിൻ്റെ വലിയ പ്രത്യേകത. നമ്മളിപ്പോഴും ആരംഭദശയിൽ തന്നെയാണ്. സാക്രസാങ്ക്തും കൊഞ്ചീലിയം അതെന്തുമാത്രം പ്രധാനപ്പെട്ടതാണ്, പ്രസക്തമാണ് എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇന്നലെ ഞാനൊരു പ്രോഗ്രാമിനകത്ത് പങ്കെടുത്തിരുന്നു. ഒരു സർവമത ഡയലോഗിൻ്റെ ഒരു സ്ഥലമാണ്. അപ്പോൾ അത് വളരെ വലിയൊരു സമ്മേളനമായിരുന്നു. അപ്പോൾ അതിനകത്ത് അവസാനം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു സമയമുണ്ടായി. അതിനകത്ത് ചോദിച്ച ഒരു ചോദ്യം ഇതാണ്: എന്തിനാണ് മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുന്നത്? ഇതായിരുന്നൊരു ചോദ്യം. എഴുതി തന്ന ചോദ്യമാണ്. എന്തിനാണ് ഈ മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുന്നത്? ദൈവത്തിന് ഈ ആരാധനയുടെ വല്ല ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ദൈവം എന്തിനാണ് ഈ ആരാധിക്കാൻ കൽപ്പിക്കുന്നത് എന്ന ഒരു ചോദ്യം. ആ ചോദ്യം പോസിറ്റീവായിട്ടുള്ളൊരു ചോദ്യം അല്ല, തീർച്ചയായിട്ടും നെഗറ്റീവായിട്ടുള്ളൊരു ചോദ്യമാണ്. എന്തിനാണ് ഈ മനുഷ്യരെല്ലാം കൊണ്ട് കൂടി പോയിട്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ട്? വേറെ എന്തെല്ലാം പണി ഭൂമിയിലുണ്ട്, അല്ലെ? എന്തെല്ലാം ജോലിയോ, കപ്പ നടുകയോ വാഴ നടുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുള്ള സമയത്ത് മനുഷ്യൻ ഈ ആരാധനയും നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ സാങ്കത്യം എന്താണെന്നാണ് അത് ചോദിച്ചത്. ആരാണെന്ന് പേര് വെളിപ്പെടുത്താതെയാണ് എഴുതരുന്നത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ധാരാളം യൂത്ത് ഉണ്ടായിരുന്നു ആ പ്രോഗ്രാമിൽ, ഒത്തിരി യൂത്ത് ഉണ്ടായിരുന്നു. അപ്പം യൂത്തിൽ ഒരാളെ ചോദിച്ചതായിരിക്കണം. നല്ല ചോദ്യമാണ് താനും. ഞാൻ പെട്ടെന്ന് പറഞ്ഞ മറുപടിയിൽ 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആരംഭിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞ മറുപടി, ഒന്നാമത്തെ കാര്യം, എന്തിനാണ് ദൈവത്തെ ആരാധിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒന്നാമത്തെ മറുപടി, ദൈവത്തിന് ആരാധനയുടെ ഒരാവശ്യമില്ല എന്നുള്ളതാണ്. ദൈവത്തിന് ആരാധന ആവശ്യമേ ഇല്ല എന്ന് വെച്ചാൽ, കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആരാധിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ മഹത്വം അല്പമെങ്കിലും കൂടുകയോ, നമ്മൾ ആരാധിക്കാതിരുന്നു എന്നതുകൊണ്ട് ദൈവത്തിന്റെ ബഹുമാന്യത ഇടിഞ്ഞു പോവുകയോ, ദൈവം ഒന്നും അല്ലാതായി തീരുകയോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഹി ഈസ് ഗാഡ് ഇൻ ഹിംസെൽഫ്. അവിടുന്നിൽ തന്നെ പൂർണ്ണമായി ദൈവമാണ്. ദൈവം മാനുഷികമായ എല്ലാ വികാരങ്ങൾക്കും അതീതനുമാണെന്ന് പറഞ്ഞാൽ, ഒരാൾ എന്നെ പുച്ഛിച്ചു, അപ്പോൾ എനിക്ക് ഭയങ്കര പുച്ഛം തോന്നി, അല്ലെങ്കിൽ ഒരാൾ എന്നെ കളിയാക്കി, അയ്യോ എനിക്ക് ലജ്ജ തോന്നി, ഒരാളിനെ പുകഴ്ത്തുന്നു, ഹായ് കൊള്ളാം എന്നൊക്കെ ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു മനുഷ്യനല്ല ദൈവം. അവിടുന്ന് സകലത്തിൻ്റെയും സൃഷ്ടാവാണ്, സകല ജ്ഞാനവും ഉൾച്ചേർന്നിരിക്കുന്നവനാണ്, എല്ലാ നന്മകളുടെയും പൂർണ്ണതയാണ്, പെർഫെക്റ്റ് ആണ്. പെർഫെക്ഷൻ എന്ന വാക്ക് അതിന്റെ പൂർണ്ണതയിൽ ഉപയോഗിക്കാവുന്ന ദൈവത്തിനാണ്. എന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ ദൈവത്തിലേക്ക് ഇനി ഒന്നും ആഡ് ചെയ്യപ്പെടാനില്ല. അല്പം പോലും ബഹുമാനം ദൈവത്തിലേക്ക് ആഡ് ചെയ്യപ്പെടാനില്ല. നമ്മുടെ ആരാധന കൊണ്ട് ദൈവത്തിന് ഒരു ഇത്തിരി പോലും മഹത്വം ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ എന്തിനാണ് മനുഷ്യൻ ആരാധിക്കുന്നത്? അതാണ് ആ ചോദ്യം. അതിന് 2 മറുപടിയാണ് അതിനകത്ത് പ്രധാനമായും പറയേണ്ടത്. ഒന്ന്, ദൈവം ആരാധിക്കപ്പെടുന്നത് ദൈവമായതുകൊണ്ട്.
അതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഉത്തരം. ദൈവം ആരാധിക്കപ്പെടാനുള്ള കാരണം ദൈവം ദൈവമായിരിക്കുന്നുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് അപ്പൻ കുഞ്ഞിനാൽ ബഹുമാനിക്കപ്പെടാനുള്ള അഥവാ അപ്പനായി കരുതപ്പെടാനുള്ള കാരണം എന്താണ്? അപ്പൻ ആവശ്യപ്പെട്ടത് കൊണ്ടാണ്. ഇനി അപ്പൻ ആവശ്യപ്പെട്ടത് കൊണ്ടും മകന്റെ ഒരു ദയ കൊണ്ടാണോ അപ്പനൊക്കെ അല്ലേ എന്ന് ബഹുമാനിച്ചേക്കാം എന്ന് വിചാരിച്ചുള്ള ബഹുമാന ഒരു ഔദാര്യം കൊണ്ടാണോ? ഒന്നുമല്ല. അപ്പനായിരിക്കയാൽ അപ്പനായി കരുതപ്പെടാൻ യോഗ്യനാണ്. ദൈവമായിരിക്കയാൽ അവിടുന്ന് ആരാധിക്കപ്പെടാൻ യോഗ്യനാണ് എന്നുള്ളതാണ് അതിനകത്തെ കാര്യം. അതുകൊണ്ട് ദൈവത്തെ എന്തുകൊണ്ട് ആരാധിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ എന്താണ്? അതൊരു നന്മയുള്ള മനുഷ്യന്റെ സ്നേഹത്തിന്റെ പ്രകടനമാണ്. ഒരു നന്മയുള്ള ഒരാളുടെ സ്നേഹത്തിന്റെ പ്രകടനം. ഇത് ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ അപ്പനെ ബഹുമാനിക്കണം, സ്നേഹിക്കണം എന്നാരും കൽപ്പിക്കുന്നതുകൊണ്ടല്ല നല്ലൊരു മനുഷ്യൻ അപ്പനെ ബഹുമാനിക്കുന്നത്. അപ്പൻ സ്നേഹിക്കപ്പെടണമെന്ന് നിയമമുള്ളത് കൊണ്ടല്ല നല്ലൊരു മനുഷ്യൻ അപ്പനെ സ്നേഹിക്കുന്നത്. എന്നതിന് സമാനമായി ദൈവത്തെ ആരാധിക്കുന്ന ഒരു നല്ല മനുഷ്യൻ അത് ചെയ്യുന്നത് ആ സ്നേഹത്തിന്റെ പുറത്താണ്. അതെന്താണെന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ്. ഈ ആരാധിക്കപ്പെടുന്ന ദൈവം ആരാണ് എന്നും ഞാൻ എന്താണെന്നുമുള്ള തിരിച്ചറിവ് കൊണ്ടാണ്. എൻ്റെ പരിമിതിയെക്കുറിച്ചും ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ചുമുള്ള തിരിച്ചറിവ് കൊണ്ടാണ്. ഇനി മൂന്നാമത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതെന്താന്ന് വെച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ ആരാധിക്കുന്നതുകൊണ്ട് ദൈവത്തിന്റെ മഹത്വത്തിന് ഒരു കൂടുതലും വരാൻ പോകുന്നില്ല. നമ്മൾ ഇനി ആരാധിച്ചില്ലെന്ന് കണ്ട് ദൈവത്തിന് ഒരു കുറവും വരാൻ പോകുന്നില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, നമ്മളെ അത് ബാധിക്കും. നമ്മളെ ബാധിക്കും. ദൈവത്തെ ആരാധിക്കുന്നത് വഴി മനുഷ്യന് ദൈവത്തോടൊപ്പം വളരാൻ പറ്റും. എങ്ങനെയാണ് സാധിക്കുന്നത്? അതായത് എന്തിനോട് നീ ചേർന്ന് നിൽക്കുന്നോ അതിനോട് നീ അനുരൂപപ്പെടും. നമ്മുടെ നാട്ടിലൊക്കെ വെറുതെ നോക്കി, നമ്മൾ ഈ ഒരു കുട്ടി, നമ്മുടെ കുട്ടികളെയൊക്കെ പലപ്പോഴും ഉപദേശിക്കില്ല, ചീത്ത കൂട്ടുകെട്ടിനകത്തും പോയി ചാടരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉപദേശിക്കും. അപ്പം എന്തുകൊണ്ട് അങ്ങനെ ഉപദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവൻ നല്ല കൊച്ചൊക്കെ ആയിരിക്കും, പക്ഷെ ആ ചീത്ത കുട്ടികളുടെയൊക്കെ കൂട്ടുകെട്ടിനകത്തൊക്കെ പോയി ചാടിക്കഴിഞ്ഞാൽ കുറച്ചുനാൾ കഴിയുമ്പോൾ ഇവനും ആ ചീത്ത പിള്ളേരെ പോലെ ഇരിക്കും. പിള്ളേരെ അങ്ങനെ ചീത്ത നല്ലതെന്നൊക്കെ ഉണ്ടെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ അലമ്പൊക്കെ ഉണ്ടാക്കി നടക്കുന്ന പിള്ളേരെ പോലെ ഇരിക്കും. അപ്പൊ ഇവന്റെ കൂട്ടുകാരൊക്കെ നല്ലതാണെങ്കിലോ അവൻ ആ കൂട്ടത്തിലിരിക്കും. അതായത് എന്തിനോട് നീ ചേർന്ന് നിൽക്കുന്നോ നീ ഏതാണ്ട് അതുപോലെ ആയിത്തീരും. ശ്രേഷ്ഠമായതിനോട് നിനക്ക് ചേർന്ന് നിൽക്കാൻ കഴിയുമെങ്കിൽ ആ ശ്രേഷ്ഠതയിൽ നിനക്കും പങ്കുപറ്റാൻ പറ്റും. അതുകൊണ്ടാണ് ദൈവം ആരാധിക്കാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത്. അഥവാ ദൈവാരാധന അൾട്ടിമേറ്റ്ലി ദൈവത്തോടുള്ള സംഭാഷണമാണ്, ദൈവത്തോടൊത്തായിരിക്കലാണ്, ദൈവത്തിന്റെ സ്നേഹത്തോട് പ്രത്യുത്തരിക്കലാണ്, ആ സ്നേഹം അനുഭവിക്കലാണ്. ഇതെല്ലാം കൂടെ കൂടി ചേരുന്നതാണ് ഈ ദൈവാരാധന. അപ്പൊ അതുകൊണ്ട് അതുവഴി സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മനുഷ്യൻ ദൈവത്തോട് സമ്പർക്കത്തിലാവുകയാണ് ചെയ്യുന്നത്, ഉന്നതമായ സമ്പർക്കത്തിലാവുകയാണ്. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായതിനോട് സമ്പർക്കത്തിലാകുന്നു എന്ന കാരണത്താൽ നമുക്ക് ആ ശ്രേഷ്ഠതയുടെ പങ്കാളിത്തം ലഭിക്കും. എന്ന് വെച്ചാൽ ദൈവം മനുഷ്യനെ ദൈവമക്കളാക്കി ഉയർത്തുന്നത്, ദൈവത്തോട് ഒപ്പത്തിലേക്ക് നമ്മളെ കൂടെ ക്ഷണിക്കുന്നത്, ഉയർത്തുന്നത് ഒക്കെ ഈ ആരാധനയുടെ നമുക്ക് കിട്ടുന്ന ഫലങ്ങളാണ്. ദൈവത്തിന് അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന് തുടങ്ങിയ കുറച്ച് കാര്യം ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഓർക്കുമായിരുന്നു. നമ്മൾ ദൈവാരാധനയുടെ ക്ലാസ്സിലൂടെ ആണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ദൈവാരാധന എന്താണെന്നും അതിന്റെ സ്വഭാവം എന്താണെന്നൊക്കെയുള്ള ഒരു ധാരണ നമ്മളെ കുറച്ചുകൂടെ നല്ല മനുഷ്യരാകാൻ, കൂടുതൽ വിശുദ്ധിയുള്ള മനുഷ്യരാകാൻ, വലിയ മനുഷ്യരാകാനും കൂടെ സഹായിച്ചുകൊണ്ടിരിക്കും എന്നതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എന്തായിരുന്നു അത്? അത് ഈ ദൈവാരാധനയുടെ ഒരു ലക്ഷ്യത്തെ അഥവാ പർപ്പസിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് സംസാരിച്ചത്. എന്തിനാണ് ദൈവാരാധന എന്നതിനെ കുറിച്ച് സംസാരിച്ചത്. ഞാനിപ്പോൾ പറഞ്ഞത് 2-3 കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ വളരെ സാരമായ ഒരു കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത്. എന്താണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമായിരിക്കും. ദൈവാരാധന എന്തിനാണ് എന്ന് ചോദിച്ചാൽ അത് മനുഷ്യ രക്ഷയ്ക്കാണ് എന്നാണ് അതിന്റെ ഉത്തരം. എന്താണ് അതിന്റെ അർത്ഥവ്യാപ്തി? ദൈവത്തെ ആരാധിക്കുന്നത് വഴി നമുക്ക് എന്താണ് കിട്ടുന്നത്? നമുക്ക് കിട്ടുന്നത് ദൈവം നമുക്ക് നൽകിയ രക്ഷ, അതാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ദൈവം തൻ്റെ ഏകജാതന്റെ പീഡാസഹന, കുരിശുമരണ, സംസ്കാര, ഉത്ഥാന രഹസ്യങ്ങളാകുന്ന പാസ്കൽ മിസ്റ്ററീസ്, പെസഹ രഹസ്യങ്ങൾ വഴി നമ്മെ വീണ്ടെടുത്തു, നമുക്ക് രക്ഷ പ്രദാനം ചെയ്തു. പാപത്തിന്റെ അടിമത്തത്തിലായിരുന്ന, ദൈവത്തോടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട, മരണത്തിന് വിധേയനായ മനുഷ്യന് അവിടുന്ന് തന്നെ സ്വപുത്രനിലൂടെ വീണ്ടും രക്ഷ വാഗ്ദാനം ചെയ്തു. പ്രവാചകന്മാരുടെ ആ വാഗ്ദാനം നവീകരിച്ചു. എന്നിട്ട് ഈശോ മിശിഹായിലൂടെ ആ വാഗ്ദാനം പൂർത്തീകരിച്ചു. ആ പൂർത്തീകരിക്കുക വഴി നമുക്ക് രക്ഷ ലഭിച്ചു. പ്രൊട്ടസ്റ്റന്റ് സഹോദരങ്ങളൊക്കെ ചോദിക്കും, കർത്താവ് നമുക്ക് എല്ലാവർക്കും വേണ്ടി കുരിശിൽ മരിച്ചില്ലേ? എന്നേക്കുമുള്ള ഒരു ബലി അർപ്പിച്ചു കഴിഞ്ഞില്ലേ? അവിടുത്തെ കുരിശുമരണത്താൽ നമ്മളെല്ലാവരും പ്രാപിച്ചവരല്ലേ? പിന്നെ എന്തിനാണ് നമ്മൾ ഈ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ഒക്കെ പോകുന്നത്? അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താണ് ഇനി ഇത് കൂടുതൽ ആവശ്യമുള്ളത്? നമ്മളൊക്കെ ഓൾറെഡി രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞവരാണ് എന്ന് പ്രൊട്ടസ്റ്റന്റ് സഹോദരന്മാർ നമ്മളോട് പറയും.
കൃത്യമാണത്. നാം രക്ഷിക്കപ്പെട്ടവരാണ്, പക്ഷേ ആ രക്ഷ വ്യക്തിപരമായി സ്വീകരിച്ചവരല്ല. എന്ന് വെച്ചാൽ ദൈവം നമ്മെ രക്ഷിച്ചു, പക്ഷെ ആ രക്ഷയുടെ സ്വീകരണത്തിന്റെ അതർ സൈഡ് അതും കൂടി ഇതിന്റെ കൂടെ ചേർന്ന് പോകേണ്ടതുണ്ട്, എന്നാൽ മാത്രമേ അത് അർത്ഥപൂർണ്ണമാവുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ, അമ്മ കുഞ്ഞിന് ഭക്ഷണം കൊടുത്തു എന്ന് ചോദിക്കുന്നത്. അപ്പം എല്ലാവരും പറഞ്ഞു, അതെ, അമ്മ കുഞ്ഞിന് ഭക്ഷണം കൊടുത്തു. ഭക്ഷണം കൊടുക്കൽ പ്രക്രിയ നടന്നു. എന്താണ് അമ്മ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയാണ്, നേരത്തെ പറഞ്ഞിട്ടുള്ള ഉദാഹരണമാണത്. അമ്മ പറയാണ്, ഞാൻ നല്ല ഭക്ഷണം ഉണ്ടാക്കി, നന്നായിട്ട് കുക്ക് ചെയ്തു, സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് നന്നായിട്ട് കുക്ക് ചെയ്തു, എന്നിട്ട് അതിനെ തണുപ്പിച്ച് കൊച്ചിന് കഴിക്കാൻ പറ്റുന്ന പരുവത്തിലാക്കി, എന്നിട്ട് അത് കോരി കുഞ്ഞിന്റെ വായിലെത്തിച്ചു. എന്നിട്ട് കൊച്ചി ഇറക്കിയൊന്നുമില്ല. ഇതാണ് സിറ്റുവേഷൻ. അപ്പം ഈ ഭക്ഷണം കൊടുക്കൽ പ്രവൃത്തി പൂർത്തിയായി എന്ന് പറയാൻ പറ്റും? പൂർത്തിയായി. ആരുടെ ഭാഗത്ത് നിന്ന്? അമ്മയുടെ ഭാഗത്ത് നിന്ന് പൂർത്തീകരിച്ചു. അമ്മയ്ക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്ത് ആ കുഞ്ഞിന്റെ ചുണ്ടോളം വാവരെ അത് എത്തിച്ചു. ഇനി ആ കുഞ്ഞ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, അത് നറിഷ് ചെയ്യപ്പെടാൻ. എന്താണത്? അത് സ്വീകരിക്കുക എന്നുള്ളതാണ്. അത് സ്വീകരിച്ചാലേ അത് ആ കുഞ്ഞിലേക്ക് കടന്നു ചെല്ലുകയുള്ളൂ, ആ കുഞ്ഞിൽ അത് പരിപോഷിപ്പിക്കുകയുള്ളൂ. ഇനി ഭക്ഷണം കൊടുക്കൽ എന്ന് പറയുന്ന പ്രവൃത്തി പോലും അപ്പോഴേ പൂർത്തിയാവുള്ളൂ. കാര്യം, ഭക്ഷണം കൊടുക്കൽ അമ്മയുടെ പ്രവൃത്തിയാണെങ്കിൽ പോലും അത് പൂർത്തിയായി എന്ന് പറയാൻ പറ്റുന്നപ്പോഴാണ് കുഞ്ഞ് സ്വീകരിക്കുകയും കൂടി. കുഞ്ഞ് റിജക്റ്റ് ചെയ്ത ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലിനെ ഭക്ഷണം കൊടുക്കൽ പ്രവൃത്തി നടന്നു എന്ന് നമ്മൾ ആരും പറയാറില്ല. എന്നതുപോലെ ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് രക്ഷ നൽകൽ പ്രവൃത്തി അത് അവിടുന്ന് പൂർത്തീകരിക്കുക തന്നെ ചെയ്തു. ആ അർത്ഥത്തിൽ മിശിഹായിലൂടെയുള്ള രക്ഷ പൂർണ്ണമാണ്. പക്ഷേ അതുകൊണ്ടായില്ല. നമ്മൾ ഓരോരുത്തരും ദൈവം തന്നെ നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം അനുസരിച്ച്, അതേസമയം നമ്മൾ വെറും ആനിമൽസ് ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പ്ലാന്റ്സ് പോലെയൊക്കെ ആയിരുന്നെങ്കിൽ, എന്താ പറയാ, ഫ്രീഡം ഇല്ലാത്ത ബീയിങ്സ് ആയിരുന്നെങ്കിൽ നമുക്കിത് ബാധകമാവുകയേയില്ലായിരുന്നു. കാരണം അതിങ്ങ് തന്നാൽ നമ്മുടെ കയ്യിലിരിക്കും, അത്ര തന്നെയേ ഉള്ളൂ. നമ്മളൊരു മെഷീനകത്തേക്ക് ഒരു പാർട്ട് ഇൻസ്റ്റാൾ ചെയ്താൽ അവിടെ ഇരിക്കും, അതിനകത്ത് റിജക്ട് ചെയ്യുന്ന ചോദിക്കുന്ന ഉത്തരവൊന്നും ഇല്ല അതിനകത്ത്. പക്ഷെ നമുക്ക് വ്യത്യാസമുണ്ട്. നമുക്കൊരു കാര്യം തന്നാൽ നമ്മളത് സ്വീകരിച്ചാലേ നമ്മുടേതാവുള്ളൂ. ദൈവം അത്രമാത്രം വലിയ ഫ്രീഡം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ മാമോദിസയുടെ ആരംഭത്തിൽ ചോദിക്കുകയാണ്, നീ സാത്താനെ ഉപേക്ഷിക്കുന്നോ മിശിഹായെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നോ എന്ന ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഈ ചോദ്യത്തിന്റെ ഉദ്ദേശം നിന്റെ സ്വാതന്ത്ര്യം നീ എക്സ്പ്രസ് ചെയ്യണം എന്നതാണത്. അതുകൊണ്ടാണ് അത് ഈശോയുടെ പ്രവൃത്തികൾക്കൊക്കെ ഈശോ ഈ കുദാശകൾ, സക്രമെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന അത് ഇങ്ങനെ ഗ്രാജുവലായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കാണാം. നമ്മൾ പതുക്കെ അതിനെക്കുറിച്ച് സംസാരിക്കാമേ. എപ്പോഴാണ് ഇത് ഈശോ ചെയ്തത് എന്ന് ചോദിക്കാറുണ്ട് ആൾക്കാർ. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോ ഒരു കൂദാശയെ ഇങ്ങനെ പതുക്കെ പണിതുയർത്തിക്കൊണ്ട് വരുന്നത് നമ്മൾ കാണും, ഒരു ഗ്രാജുവൽ പ്രോസസ്സായിട്ട്. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് ഈശോ ചിലരോട് സുഖപ്പെടുന്നതിന് ഉപയോഗിക്കും. നിനക്ക് സുഖപ്പെടാൻ ആഗ്രഹമുണ്ടോ? 38 വർഷമൊക്കെ സുഖപ്പെടാൻ വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യനോട് നിനക്ക് സുഖപ്പെടാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുന്നത് ഇതെന്നെ കളിയാക്കുവാണോ എന്ന് പോലെ നമുക്ക് തോന്നും. അതിന്റെ ആവശ്യം ചോദിക്കേണ്ട കാര്യം, പിന്നെ എന്തിനാ ഞാനിവിടെ കിടക്കുന്നതെന്നല്ലേ അയാൾ മറുപടി പറയാം. പക്ഷേ ഈശോ ചോദിക്കുകയാണ്, നീ അത് ആഗ്രഹിക്കുന്നുണ്ടോ? നീ ആഗ്രഹിച്ചിട്ട് നിന്റെ സ്വാതന്ത്ര്യത്തിന് മറുപടിയായി നിനക്കത് കിട്ടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതൊരു സാക്രമെന്റൽ സ്ട്രക്ചറാണ്, ലിറ്റർജിയുടെ സ്ട്രക്ചറാണ്. ഇനി അങ്ങനെ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് കൊടുക്കുന്ന ദൈവം തന്നെയാണ് അവന് സ്വാതന്ത്ര്യം കൊടുത്തേക്കുന്നത്. അപ്പൊ ദൈവം തന്നെ കൊടുത്ത സ്വാതന്ത്ര്യത്തെ ദൈവം അവഗണിക്കുകയുമില്ല, നിഷേധിക്കുകയുമില്ല. ദൈവമാണ് അത് കൊടുത്തതെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവം നമ്മളെപ്പോലെ അല്ലാത്തത് കൊണ്ട് കൊടുത്തത് അവിടെ ഇരിക്കും. ദൈവം അത് അവന് കൊടുത്തിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗിക്കണം. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നമ്മളത് സ്വീകരിക്കണം. മനുഷ്യൻ അത് സ്വീകരിക്കുന്ന ഇടമാണ് ദൈവാരാധന. ഇനിയെന്ന് മാത്രമല്ല, ഇതെങ്ങനെയാണ് മനുഷ്യന് സ്വീകരിക്കാൻ പറ്റുന്നത്? ഇതൊരു വലിയ കോംപ്ലക്സ് ചോദ്യമാണ്. എങ്ങനെയാണ് മനുഷ്യന് സ്വീകരിക്കാൻ പറ്റുന്നത്? മനുഷ്യൻ അങ്ങ് ചെന്നാൽ സ്വീകരിച്ചാൽ പോരെ എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയാമോ? മനുഷ്യൻ വെറും ക്രിയേഷനാണ്, ഒരു ക്രിയേറ്റഡ് ബീയിങ് ആണ്, വെറും സൃഷ്ടിയാണ്. സൃഷ്ടിക്ക് എങ്ങനെയാണ് സൃഷ്ടാവിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നത്? അവിടുന്ന് നൽകുന്ന രക്ഷ എന്ന് പറഞ്ഞാൽ കർത്താവ് നമുക്കൊരു ഗിഫ്റ്റ് എടുത്ത് തരുന്ന പോലെയല്ല, അവിടുന്ന് തന്നെ നൽകുന്നതാണ് ഈ രക്ഷ. ദൈവം തന്നെ നമുക്ക് നൽകുന്നതാണ് രക്ഷ. അപ്പോ ദൈവമായിരിക്കുന്ന ഒന്നിനെ ഒരു മനുഷ്യൻ എങ്ങനെയാണ് സ്വീകരിക്കാൻ പറ്റുന്നത്? ഇനി മനുഷ്യൻ എങ്ങനെയാണ് ഈ ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്? അവിടെ ഈശോ മിശിഹ ചെയ്യുന്ന ഒരു കാര്യം എന്തെന്നറിയാമോ? അവിടുന്ന് നമ്മെ പോയി ആരാധിച്ചോളൂ എന്ന് പറഞ്ഞയക്കുകയല്ല, പകരം അവിടുന്ന് തന്നെ തൻ്റെ ശരീരത്തിൽ നമ്മെ ഉൾച്ചേർത്ത് ഈശോ മിശിഹായിൽ പിതാവിനെ ആരാധിക്കാൻ ഒരുക്കുകയാണ്. ഈശോ മിശിഹായിലാണ് സഭാഗാത്രം പിതാവിനെ ആരാധിക്കുന്നത്. എല്ലാത്തിലും അങ്ങനെയാണ്. വിശുദ്ധ കുർബാന യഥാർത്ഥത്തിൽ ഈശോ മിശിഹായിൽ അവയവങ്ങളായി ഉൾച്ചേർന്നിരിക്കുന്ന ആ ശരീരത്തിന്റെ പിതാവിനോടുള്ള സംഭാഷണമാണ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ, പരിശുദ്ധാത്മാവിന്റെ സംസർഗത്തിൽ പിതാവിനോടുള്ള പുത്രൻ തമ്പുരാന്റെ സംഭാഷണമാണ് യഥാർത്ഥത്തിൽ ഈ ദൈവാരാധന. അതുകൊണ്ട് തന്നെ ദൈവാരാധന എപ്പോഴും
പിതാവിനോട് ഉന്മുഖമാണ് പൊതുവിൽ എപ്പോഴും. അത് നടത്തുന്നത് മിശിഹായുടെ ശരീരമാകുന്ന പരിശുദ്ധ സഭയാണ്. ഈശോ മിശിഹ തന്നെയാണ്. ഈ ആരാധന വലിയൊരു ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കർത്താവ് ദേവാലയ ശുദ്ധീകരണം നടത്തുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കും. ദേവാലയ ശുദ്ധീകരണം. ഈ ദേവാലയ ശുദ്ധീകരണം പലപ്പോഴും നമ്മൾ കരുതാറുള്ളത്, പല ആളുകളും കരുതാറുള്ളത് വളരെ എറോണിയസ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിലാണ്. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാം നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്ന ടെക്സ്റ്റിന്റെ എക്സ്പ്ലനേഷൻ ആണ്. എക്സ്പ്ലെയിൻ ചെയ്ത ശേഷം ഞാൻ ആ ടെക്സ്റ്റ് വായിക്കും. ചിലപ്പോൾ ഞാൻ ടെക്സ്റ്റ് വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാറുള്ളത്. ഇത്തവണ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ആ ടെക്സ്റ്റ് വായിക്കുക. അപ്പം നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്താണ് ഈ പറഞ്ഞു വന്നതെന്ന്. തിരുസഭ കുറച്ചുകൂടെ പറയുമ്പം ഞാൻ പറയുന്ന പരിമിതികൾക്കപ്പുറത്ത് ആ ടെക്സ്റ്റിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഈശോ ഒരു ചാട്ടയുണ്ടാക്കി ദേവാലയത്തിൽ ശുദ്ധി ചെയ്യുന്നത് നമ്മൾ വായിക്കും. ആടുമാടുകളെയൊക്കെ പുറത്താക്കുന്നു, വിൽക്കുന്നവരെയൊക്കെ പുറത്താക്കുന്നു, നാണയമാറ്റക്കാരുടെ മേശകൾ തട്ടിമറിക്കുന്നു. അങ്ങനെ എൻ്റെ പിതാവിൻ്റെ ഭവനം പ്രാർത്ഥനാലയമാണെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു, അതിനെക്കുറിച്ചുള്ള തീക്ഷ്ണത കൊണ്ട് അവൻ ജ്വലിക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ അവൻ്റെ ശിഷ്യന്മാർ പിന്നീട് ഓർത്ത കാര്യമൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? പല ആളുകൾ ഒത്തിരി തെറ്റായി വ്യാഖ്യാനിക്കാറുള്ള ഒരു വിശുദ്ധ ഗ്രന്ഥ ഭാഗമാണ് അത്. പലതരത്തിലുള്ള തമാശ നിറഞ്ഞെന്ന് പറഞ്ഞാൽ അവർ കാര്യമായിട്ടാണ്. പിന്നെ ന്യായവാദങ്ങളോ വ്യാഖ്യാനങ്ങളോ ഒക്കെ നിങ്ങളും കേട്ടിട്ടുണ്ടാവുമായിരിക്കും. പല ആളുകളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, കർത്താവ് ചാട്ടയൊക്കെ ആയിട്ട് വന്നിട്ട് ഈ ദേവാലയത്തെയൊക്കെ ശുദ്ധീകരിച്ച് കച്ചവടം നടത്തിയിരുന്നവരൊക്കെ പുറത്താക്കിയതാണ്. എന്നിട്ട് മിഷൻ സൺഡേയിൽ അവിടെ നിന്നിട്ട് ലേലം വിളിക്കുക, സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് പള്ളിമുറ്റത്ത് നിന്നിട്ട് ലേലം വിളി. ഇനി തിരുനാളുകൾക്കൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, അവിടെ സകലമാന കച്ചവടം, PP ബലൂൺ തുടങ്ങിയുള്ള കച്ചവടം മുഴുവൻ നടക്കുന്നു. എന്നും പറയാണ്ട് പള്ളിപ്പറമ്പ് വരെ ഈ കച്ചവടത്തിന് വേണ്ടി വിട്ടുകൊടുത്തിട്ട് വാടക മേടിക്കുന്നു. ഇത് എന്ത് ധാർമ്മികതയാണ്! കർത്താവായ ഈശോ ഇവയൊക്കെ ഒരു കാലത്ത് ചാട്ടയൊക്കെ അടിച്ച് പുറത്താക്കി കളഞ്ഞ, എന്നിട്ടാണോ ഇവിടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്നതാണ്. ലിറ്ററലായിട്ട് ഈ കർത്താവ് ചെയ്ത പ്രവൃത്തിയെ തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടാണ് അവരങ്ങനെ ചോദിക്കുന്നത്. എന്താണ് അതിൻ്റെ പറയുള്ളത് നമുക്ക് പറയാമേ. അതുപോലെ ഏറ്റവും ഭീകരമായി ഞാൻ കണ്ടിട്ടുള്ളത് ഒരു കാര്യം എന്താണെന്നറിയാമോ? പല ആളുകൾ പലപ്പോഴും സഭയെ ആക്രമിക്കുന്നതിനോ അവഹേളിക്കുന്നതിനോ വായി വരുന്നത് എന്തും പറയുന്നതിനോ ഒരു ലൈസൻസ് ആക്കി ഈശോയുടെ ഈ പ്രവൃത്തി ഉപയോഗിച്ചിട്ടുണ്ട്. തിരുസഭയ്ക്കെതിരെ ഭയങ്കരമായി സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു സോഷ്യൽ മീഡിയ ഗ്രൂപ്പ്, ഇപ്പം അതുണ്ടോന്ന് എനിക്കറിഞ്ഞു, ഞാൻ പണ്ട് കാലത്ത് കണ്ടിട്ടുള്ളതാണ്. സോഷ്യൽ മീഡിയയിലെ ഒരു ഗ്രൂപ്പ്, ഫേസ്ബുക്ക് ഗ്രൂപ്പാണ്. ഒത്തിരി ആളുകളൊക്കെയുള്ള സഭയെ ഭയങ്കരമായിട്ട് ആക്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വായി വരുന്ന എല്ലാം പറയുന്ന എല്ലാ അവഹേളനങ്ങളും പറയുന്ന ഒരു സഭാവിരുദ്ധ ഗ്രൂപ്പാണത്. അവരുടെ ഫേസ്ബുക്ക് പേജിന്റെ ചിത്രം എന്താണെന്നറിയാമോ? ഈശോ മിശിഹ ഒരു ചാട്ടയൊക്കെ പിടിച്ച് ദേവാലയത്തിന് മുമ്പിൽ നിൽക്കുന്നതാണ് പടം. എന്നിട്ട് അടിയിൽ എഴുതിയിരിക്കുന്ന വിശുദ്ധ വാചകം തന്നെയാണ്, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്നൊക്കെ എഴുതിയിട്ട് എന്നിട്ട് പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാമോ? സഭയിലൊക്കെ നിറച്ച് തിന്മ, ചാട്ടവാർ എടുത്ത് ഇതിനെയൊക്കെ പുറത്താക്കേണ്ട സമയമായിരിക്കും. ഇതാണ് ഇവർ ഇടയ്ക്കിടയ്ക്ക് പറയുകയൊക്കെ ചെയ്യുന്നത്. ആരാണ് ചാട്ടവാർ എടുക്കേണ്ടത്? ഞങ്ങൾ എടുക്കും. ആരെ പുറത്താക്കേണ്ടത്? ഇവിടെയുള്ള വൈദികരെ മെത്രന്മാരെയൊക്കെ പുറത്താക്കണം. അപ്പൊ ഞാൻ ആരാണ്? ഞാൻ ശരിക്കും പറഞ്ഞ ഈശോയാണ്. ചാട്ട എടുത്തിറങ്ങുന്ന ഈശോയാണ് ഞാനെന്നാണ് അദ്ദേഹം, അല്ലെങ്കിൽ അവര് തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ബാക്കി എല്ലായിടത്തും കുഴപ്പം ഞാനിത് ഈശോ. ഇതിങ്ങനെ നേരെ എടുത്ത് ഒരാളിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള കാര്യമൊന്നുമല്ല അവിടെ സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതൊരു ലിറ്റേർജിക്കൽ ടീച്ചിങ് ആണ് ഈശോ നടത്തുന്നത്. ഒരു ആരാധനാക്രമ സ്വഭാവമുള്ള ഡോക്ടറിനാണ് ഈശോയുടെ വെളിപ്പെടുത്തുന്നത്. എന്താണെന്നറിയാമോ? തുറന്നുള്ള സംഭാഷണം ശ്രദ്ധിക്കണം. ഈശോ ഇവയൊക്കെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ അവർ വന്ന് ചോദിക്കുന്നു, എന്ത് അധികാരത്താലാണ് നീ ഇത് ചെയ്യുന്നത്? ഉടനെ ഈശോ അവരോട് മറുപടി പറയുകയാണ്, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, ഞാനിത് 3 ദിവസം കൊണ്ട് പുനരുദ്ധരിക്കും. ഉടനെ അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് ചോദിച്ചു, എന്താ ഈ മനുഷ്യനെ പറയുന്നത്? എന്താ ഈ പറയുന്നത്? ഇപ്പോൾ ഉള്ള ദേവാലയം പണിയാൻ 46 സംവത്സരം എടുത്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 46 വർഷം കൊണ്ട് പണിത് ഒരു ദേവാലയത്തെ കുറിച്ച് ഓർത്ത്. ഇന്നത്തെ അത്രയും മോഡേൺ ടെക്നോളജിയും ക്രെയിനും കോൺക്രീറ്റ് മിക്സിംഗ് സംവിധാനം ഒന്നും ഇല്ല. എന്നാൽ പോലും 46 വർഷം കൊണ്ട് പണിയുക എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് എന്തായിരിക്കും ആലോചിച്ച് നോക്ക്. 46 വർഷം എടുത്താണ് പണിതെന്ന് വെച്ചാൽ ഒരു 46 വയസ്സായൊരു മനുഷ്യൻ ജനിക്കുന്ന കാലം മുതൽ ഇന്ന് വരെ ദേവാലയം പണിതുകൊണ്ടിരിക്കുന്ന പോലെ ഇരിക്കും. അത്രയും കാലം കൊണ്ട് പണിത് അതിമനോഹരമായ ദേവാലയം. അത് പൊളിച്ചു കളയാന്ന് പറഞ്ഞതിന്റെ പേരിൽ തന്നെ ഈശോനെ അവർ ഓടിച്ചിട്ട് ഇടിക്കേണ്ടതാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്നിട്ട് അവർ ചോദിക്കുകയാണ്, ഇത് നീ 3 ദിവസം കൊണ്ട് പണിയുമെന്നാണ്. എന്താണ് ഈ 3 ദിവസത്തിന്റെ കണക്ക്? നമുക്ക് നന്നായിട്ട് അറിയാം. എന്താണത്? അവിടുത്തെ കുരിശുമരണ സംസ്കാര ഉത്ഥാനങ്ങളാണ് ഈ 3 ദിവസങ്ങൾ. നിങ്ങൾ ഈ ദേവാലയം പൊളിക്കുക, ഞാൻ എൻ്റെ പീഡാസഹന കുരിശുമരണ സംസ്കാര ഉത്ഥാനങ്ങൾ കൊണ്ട് ഞാനതിനെ പുനർനിർമ്മിക്കും എന്നാണ് ഈശോ പറയുന്നത്. അല്ലെ? ഈശോ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്? നിങ്ങളത് പൊളിച്ചു കളയുക, അഥവാ അതില്ലാതാവുക,
ഞാനതിനെ എൻ്റെ 3 ദിവസത്തെ പ്രവൃത്തികൾ കൊണ്ട് ഞാനതിനെ നിർമ്മിക്കും. അവിടുത്തെ മരണം, സംസ്കാരം, ഉത്ഥാനം, ഇതാണ് ഈ 3 ദിവസങ്ങൾ. ഇതുകൊണ്ട് ഞാൻ പുനരുദ്ധരിക്കും. എന്താ ഈശോ പറഞ്ഞതെന്നറിയാമോ? അവിടുന്ന് പറയുന്ന കാര്യം, നാളിതുവരെ ദേവാലയ കേന്ദ്രീകൃതമായിരുന്ന ദൈവാരാധന, ദേവാലയ കേന്ദ്രീകൃതമായിരുന്ന ദൈവാരാധന. ഏത് ദേവാലയം? പഴയ നിയമത്തിലെ ജെറുസലേം ദേവാലയ കേന്ദ്രീകൃതമായിരുന്ന ദൈവാരാധന. യഹൂദരെ സംബന്ധിച്ച് ഒരൊറ്റ ദേവാലയമേ ഉള്ളൂ, ബാക്കിയെല്ലാം സിനഗോഗുകളാണ്. അവിടെ അവർ പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് കൂടുക മാത്രമേ ഉള്ളൂ. ബലി അർപ്പിക്കുന്ന എപ്പോഴും ഒരൊറ്റ സ്ഥലത്താണ്, അത് ജെറുസലേം ദേവാലയത്തിലാണ്. ജെറുസലേം ദേവാലയത്തിൽ ആ മലയിൽ ബലി അർപ്പിക്കുന്നതിന് ഒത്തിരി പശ്ചാത്തലമുണ്ട്. അതിന്റെ പശ്ചാത്തലം അങ്ങ് പുറകിലേക്ക് കടക്കും. അത് അബ്രഹാം ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോകുന്ന ഇടത്തു നിന്ന് തുടങ്ങുന്നതാണ് ഇത്. ഈ യഥാർത്ഥത്തിൽ പഴയ നിയമത്തിനകത്ത് വളരെ രസകരമായ ഒരു കാര്യം, ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ അടിമത്തത്തിലായിരിക്കുന്ന ഈജിപ്തുകാർ ഫറവോയുടെ അടുത്ത് നിന്ന് ഞങ്ങളെ വിട്ടയക്കണമെന്ന് അപേക്ഷിക്കാൻ പോവുകയാണ് മോശയുടെ നേതൃത്വത്തിൽ. ഇവരെന്തിനു വേണ്ടിയിട്ട് പോട്ടെ എന്നാണ് ചോദിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞങ്ങൾ കാനാദേശത്ത് പോയിട്ട് കുറച്ച് കൃഷി ചെയ്ത്, അവിടെ നല്ല ലാൻഡൊക്കെ ഉണ്ട്, അവിടെ പോയി കുറച്ച് കൃഷിയൊക്കെ ചെയ്ത് ഞങ്ങൾ അവിടെ സമ്പന്നമായി ജീവിച്ചോട്ടെ എന്നാണോ? ഞങ്ങൾ ഈ നാട് മടുത്തോണ്ട് ഞങ്ങൾ നാട് വിട്ടു പോകട്ടെ എന്നാണോ? ഞങ്ങൾക്ക് ഞങ്ങളുടെ പിതാക്കന്മാരെ കാണാൻ പോകണമെന്നാണോ? എന്തിനു വേണ്ടി പോകട്ടെ എന്നാണ് അവർ ചോദിക്കുന്നത്. അവർ ചോദിക്കുന്നത് ഞങ്ങൾ ആരാധനയ്ക്ക് പോയിക്കോട്ടെ എന്നാണ് ചോദിക്കുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ആരാധനാ ഇടത്തിലേക്ക് ആരാധനയ്ക്ക് പോയിക്കോട്ടെ എന്നാ ചോദിക്കും. അവരറിഞ്ഞാണേലും അറിയാതെയാണെങ്കിലും അവരാവശ്യപ്പെടുന്നത് ഈ ആരാധനയ്ക്ക് പോയിക്കോട്ടെ എന്നാണ്. ഏതാണ് ഇവരുടെ ഈ ആരാധനയുടെ സ്ഥലം? അത് മനസ്സിലാക്കാൻ വിശ്വാസികളുടെ പിതാവിന്റെ അടുത്തേക്ക് പോകണം. അബ്രാഹം ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിന് ബലിയർപ്പിക്കുന്ന വളരെ വളരെ പ്രതീകാത്മകമായ ടിപ്പോളജി എന്നാണ് ഈ വ്യാഖ്യാനങ്ങളെ സഭാപിതാക്കന്മാരൊക്കെ പരിസ്ഥിതി പാരമ്പര്യത്തിലൊക്കെ വിളിക്കുകയൊക്കെ ചെയ്ത് ടിപ്പോളജിക്കലായിട്ട് അവതരിപ്പിക്കുന്ന ഒരു ഭയങ്കര മനോഹരമായ ഒരു സംഭവമാണ് അത്. മനോഹരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭംഗി കൊണ്ടല്ല, അതിൻ്റെ അർത്ഥസമ്പുഷ്ടി കൊണ്ട്. അബ്രാഹത്തിന് ഉണ്ടാകുന്ന കുഞ്ഞ്, വാർദ്ധക്യത്തിലുണ്ടാകുന്ന കുഞ്ഞ്, ഒത്തിരി കാത്തിരുന്നുണ്ടാകുന്ന കുഞ്ഞ്, ആ കുഞ്ഞിനെ ബലിയർപ്പിക്കാനായിട്ട് ദൈവം ആവശ്യപ്പെടുന്നു. എന്നിട്ട് അബ്രാഹം ഈ ബലിയർപ്പിക്കാനായി കുഞ്ഞുമായി മലയിലേക്ക് പോകുന്നു. അപ്പം ആളുകളൊക്കെ പല വിധത്തിൽ വ്യാഖ്യാനിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ദൈവം അബ്രാഹത്തിന്റെ വിശ്വാസത്തെ പരീക്ഷിച്ചതാണ്. അവിടെ ചെന്നിട്ട് അബ്രാഹം ഇങ്ങനെ വെട്ടാനായിട്ട് തുടങ്ങുന്ന നേരത്ത് ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് അബ്രാഹത്തെ, നിന്നെ ഞാൻ സംപ്രീതി കാരണം നിനക്ക് എന്നോട് വിശ്വസ്തതയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെയാണ് നമ്മൾ ധരിക്കുന്നത്. ഇതൊന്നും അല്ല അതിനകത്ത് വിഷയം എൻ്റെ അല്ലെ ഡിഫറൻ്റ് ആണ്. എന്താണത്? ഈ മല, ആ മലയ്ക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ മലയെന്നറിയാമോ? മോറിയ മലയിലേക്ക് കൊണ്ടുപോകുന്ന ആ മലയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഈ സംഭവങ്ങളെല്ലാം എപ്പോഴും നടക്കുന്ന ഒരു മലയിലാണ്. അഥവാ അബ്രാഹം ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോകുന്ന അതേ ഇടം തന്നെയാണ് പിന്നത്തെ ജെറുസലേം ദേവാലയത്തിന്റെ മല. ഇത് രണ്ടും ഒരേ സ്ഥലമാണ്. എന്ന് വെച്ചാൽ ഈ ജെറുസലേം ദേവാലയം ഇരിക്കുന്ന മലമുകളിൽ തന്നെയാണ് ഈ കർത്താവായ മിശിഹ കുരിശിൽ മരിക്കുന്ന ഇടവും. അതായത് ഈ ഗാഗുൽത്ത മല ഇതിന്റെ ഒരു സൈഡ് തന്നെയാണ്. ഇതെല്ലാം ഒരു സ്ഥലത്താണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഇതിന്റെ പാരലിസം ഒക്കെ ഭയങ്കര അത്ഭുതവാഹമാണ്. അബ്രാഹം ഇങ്ങനെ കുഞ്ഞൊക്കെ ഉണ്ടായ ശേഷം അബ്രാഹത്തോട് ദൈവം ആവശ്യപ്പെടുന്നത് എന്താണ്? തൻ്റെ പുത്രനെ ബലിയർപ്പിക്കാനാണ് ദൈവം ആവശ്യപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഈ അബ്രാഹം ഇസഹാക്കിനെ പോയി ബലിയർപ്പിക്കുന്ന പ്രവൃത്തിയുണ്ടല്ലോ, അതൊരു പരീക്ഷണമല്ല. അതൊരു ദൈവം ഒരാളെ ഉപദ്രവിക്കുന്നതല്ല. പകരം എന്താണെന്നറിയാമോ? അത് മിശിഹായിലൂടെയുള്ള രക്ഷയുടെ സുശക്തമായ പ്രവചനമാണ്. മിശിഹായിലൂടെയുള്ള രക്ഷയുടെ ശക്തമായ പ്രവചനമാണ്. അബ്രാഹം, വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തിൽ നിന്നാണ് ഇതൊക്കെ ആരംഭിക്കുന്നത്. വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തിന് ദൈവം നൽകുന്ന ശക്തമായ ഒരു വാഗ്ദാനമാണ്, ദൈവം ചെയ്തു കാണിക്കുന്ന ഒരു പ്രവചനമാണ് യഥാർത്ഥത്തിൽ ഇത്. അവിടെ മുതൽ ആരംഭിക്കുകയാണ്. എവിടെ നിന്ന് ആരംഭിക്കുന്നു? ഈ മലയിൽ നിന്ന് ആരംഭിക്കുന്നു. ആ മലയിൽ തന്നെ അത് പൂർത്തീകരിക്കുന്നു. അബ്രാഹത്തിന്റെ കാലത്ത് ആ മലയിൽ ആരംഭിക്കുന്നു, എന്നിട്ട് അവിടെ തന്നെ അത് പൂർത്തീകരിക്കും. അതേ സ്ഥലത്ത്, ഇത്രയും വലിയ ഭൂമിയിൽ അവിടെ തന്നെ അത് സംഭവിക്കുകയും ചെയ്യുന്നു. ഇവിടുന്ന് അബ്രാഹത്തിന്റെ സന്തതികളുടെ സന്തതികൾ, യാക്കോബിന്റെ, ഇസ്രായേലിന്റെ മക്കൾ അടിമത്തത്തിലേക്ക് പോകുന്നു. വീണ്ടും അവർ അവിടേക്ക് തന്നെ തിരിച്ചു വരുന്നു. എന്നിട്ട് ഈ മലയിൽ ദൈവത്തെ ആരാധിക്കുന്നു. ഇത് പരസ്പര ബന്ധിതമാണ്. നമ്മൾ മറ്റേ ചോദ്യമൊക്കെ ഓർക്കുക, സമരിയക്കാർ ചോദിക്കുന്ന ചോദ്യമൊക്കെ ഓർക്കുക, ഏത് മലയിലാണ് ഞങ്ങൾ, ഈ മലയിലാണോ ആരാധിക്കേണ്ടതെന്ന് ചോദിക്കുമ്പം ഈശോ പറയാണ്, ഈ മലയിലോ ആ മലയിലോ അല്ല, നിങ്ങൾ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്ന കാലം വരുന്നു എന്നൊക്കെ ഈശോ സംസാരിക്കുന്നതല്ല. ഈ വിശുദ്ധഗ്രന്ഥം മുഴുവനും ദൈവാരാധനയെക്കുറിച്ച് ധാരാളമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ആരംഭിക്കുന്ന ഇടത്ത് അബ്രാഹം ഈ തൻ്റെ പുത്രനുമായി ബലിയർപ്പിക്കാൻ പോകും. എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? കൊച്ചിനെ ബലിയർപ്പിക്കുക എന്ന് പറഞ്ഞേക്കാളും വലിയൊരു സംഭവം ഉണ്ടല്ലോ. അബ്രാഹം ചെയ്യുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്നും അല്ല.
പകരം എന്താണെന്നറിയാമോ? മിശിഹായുടെ ബലിയാണ് കാര്യം. പുത്രനെ ബലിയായി നൽകുന്ന പിതാവിനെ ആണ് പ്രവചന രൂപേണ വിശുദ്ധ ഗ്രന്ഥത്തിൽ ആദ്യം നമ്മൾ കാണുന്നത്. പിതാവാണ് സ്വപുത്രനെ ബലിയായി നൽകുന്നത്. അബ്രാഹത്തോട് പറയുന്ന കാര്യം ഇതാണ്. അബ്രാഹാം എന്തുമാത്രം വേദനയോടെയാണ് പുത്രനെ ബലി കഴിക്കാൻ പോകുന്നതെന്ന് അബ്രാഹാം അറിയണം, തലമുറകൾ അറിയണം. ഇതേ പ്രവൃത്തിയാണ് ഞാൻ യഥാർത്ഥത്തിൽ ചെയ്യാൻ പോകുന്നത് എന്ന് ഈ ദൈവം അബ്രാഹത്തോട് മുതൽ മനുഷ്യവംശത്തോട് പറയുകയാണ്. ഇനി അതുകൊണ്ടാണ് അബ്രാഹാം എന്ത് ചെയ്യുന്നു? കഴുതയും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. ഈ മലമുകളിലേക്ക് കഴുതയും ഒക്കെ ആയിട്ട് പോകുന്ന ഇസഹാക്കിനെയൊക്കെ കാണുമ്പം നമുക്ക് ജെറുസലേം ദേവാലയത്തിലേക്ക് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറിപ്പോകുന്ന ഈശോ മിശിഹായെ ഓർമ്മ വരും. എന്നിട്ട് അടുത്ത രസകരമായ കാര്യം എന്താണെന്നറിയാമോ? ഈ വിറകൊക്കെ ചുമന്നാണ് പോകുന്നത്. സഭാപിതാക്കന്മാരൊക്കെ ഇതിനെക്കുറിച്ച് അതിനെ നമ്മളെ വീണ്ടും ഓർപ്പിക്കും. തൻ്റെ ബലിക്കുള്ള വിറകാണെന്ന് അതും ചുമന്നിട്ടാണ് ഈ ഇസഹാക്ക് പോകുന്നത്. ഈശോ മിശിഹ തൻ്റെ മരണത്തിന്റെ വിറകും ചുമന്നാണ് ഈ മലയുടെ മുകളിലേക്ക് പോകുന്നത്. കുരിശുമരത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ കുരിശുമരവുമായി മലകേറി പോകുന്ന ഈശോയ്ക്ക് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദൈവം അത് പ്രസ്താവിച്ചു കഴിഞ്ഞിരിക്കുന്നു, രക്ഷാപദ്ധതി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ ഇസഹാക്ക് തൻ്റെ ബലിക്കുള്ള വിറകും ചുമന്നുകൊണ്ട് മുകളിലേക്ക് പോകും. അങ്ങനെ മുകളിലെത്തി ബലിപീഠം ഒരുക്കി. ബലിപീഠം എന്താണ്? ആ ഗാഗുൽത്ത മലയാണ് ആ ബലിപീഠം. ആ ബലിപീഠം ഒരുക്കി അവിടെ വിറകടുക്കി എന്നിട്ട് അതിൽ ഈ സ്വന്തം പുത്രനെ കിടത്തി. കുരിശു മരത്തിന്റെ മുകളിൽ സ്വപുത്രനെ കിടക്കാൻ വിട്ടുകൊടുത്ത പിതാവിനെയാണ് അബ്രാഹത്തിലൂടെ ലോകത്തിന് നൂറ്റാണ്ടുകൾക്ക് മുൻപേ ദൈവം പരിചയപ്പെടുത്തുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? എന്നിട്ട് അബ്രാഹം ഒരു വാളെടുത്ത് ഈ ഇസഹാക്കിനെ ബലി കഴിക്കാനായിട്ട് എടുക്കും. ആ സമയത്ത് ദൂതൻ ഈ അബ്രാഹത്തെ തടയും. എന്നിട്ട് അബ്രാഹത്തോട് പറയും, കുഞ്ഞിനെ കൊല്ലരുത്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? അതിന് കാരണമുണ്ട്. കുഞ്ഞിനെ കൊല്ലരുത് എന്ന് പറയാൻ കാരണം ആ കുഞ്ഞല്ല കൊല്ലപ്പെടേണ്ടത് എന്നുള്ളത് കൊണ്ടാണ്. ആ പുത്രനല്ല കൊല്ലപ്പെടേണ്ടത്. അബ്രാഹത്തിന്റെ ആ പുത്രനല്ല കൊല്ലപ്പെടേണ്ടത്. അബ്രാഹത്തിന്റെ പുത്രൻ കൊല്ലപ്പെട്ടു എന്ന് വിചാരിച്ച് വലിയ വിശേഷമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. യഥാർത്ഥത്തിൽ കൊല്ലപ്പെടേണ്ടത് അവനല്ല. അവൻ കൊല്ലപ്പെട്ടിട്ട് ഇവിടെ ഒന്നും സംഭവിക്കാനില്ല. പകരം കൊല്ലപ്പെടാനിരിക്കുന്നവൻ മറ്റൊരു പുത്രനാണ് എന്ന കാരണം കൊണ്ടാണ് അവനെ കൊല്ലരുത് എന്ന് ദൈവം അവനോട് പറയുന്നത്. എന്നിട്ട് എന്താണ് പറയുന്നത്? ഈ പോകുന്ന വഴിക്ക് തന്നെ അബ്രാഹാം പറയുന്ന ഒരു കുഞ്ഞു നുണയുണ്ട്. ഇതൊരു നുണയാണ്, പക്ഷേ ആ നുണയാണ് സത്യം. ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ അങ്ങനെ വളരെ രസകരമായ പല നുണകളുണ്ട്. ആ നുണകൾ സത്യമായി മാറുന്നത് നമ്മൾ അത്ഭുതത്തോടെ കാണും. ഈശോയുടെ വിചാരണ വേളയിൽ അന്നത്തെ പ്രധാന പുരോഹിതനായ കയ്യാഫാസ് പറയുകയാണ്, അനേകരുടെ നന്മയ്ക്ക് വേണ്ടി ഒരാൾ കൊല്ലപ്പെടുന്നത് നല്ലതാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നത് തിന്മയാണ്, പക്ഷെ അതാണ് ഏറ്റവും ശരിയായ സത്യം. പല നുണകളും അത് ചില ഈ വിശുദ്ധ ഗ്രന്ഥത്തിനകത്ത് അങ്ങനെ നുണയായിട്ട് അവർ പറയുന്നത് പോലും അവരറിയാത്ത വലിയ സത്യം അവരുടെ നാവിലൂടെ ദൈവം സംസാരിക്കുന്നതാണ്. അബ്രാഹാം കുഞ്ഞിനോട് പറയുകയാണ്, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്. എന്ന് വെച്ചാൽ അന്നേരം അത് കൊച്ചിനെ പറ്റിക്കാൻ പറയുന്ന, നിന്നെയാ കൊല്ലാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അവൻ ഓടി രക്ഷപ്പെട്ടാലോ അല്ലെങ്കിൽ ദുഃഖിച്ചാലോ എന്നൊക്കെ ഓർത്തിട്ട് അബ്രാഹാം പറഞ്ഞൊരു കുഞ്ഞു നുണയാണ്, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, അബ്രാഹാം അറിയാതെ നടത്തുന്ന എന്തൊരു വലിയ പ്രവചനമാണത്. ബലിക്കുള്ള കുഞ്ഞാട് ഇവിടെ നിന്ന് ആരും ഉണ്ടാവുകയല്ല, നമ്മളാരും നമ്മളെ ബലി കഴിപ്പിക്കുകയോ മറ്റു മനുഷ്യരെ ബലി അർപ്പിക്കുകയോ ഒന്നുമല്ല, ദൈവം തന്നെ തരും. ത്രിത്വത്തിന്റെ കൂട്ടായ്മയിൽ നിന്ന് ബലിവസ്തുവിനെ നിങ്ങൾക്ക് തരും എന്നാണ് അതിന്റെ ആ പ്രവചനത്തിന്റെ ഉൾപ്പൊരുൾ. എന്നിട്ട് മുകളിലെത്തുന്നു, തടയുന്നു. അതിനുശേഷം നമ്മൾ വായിക്കുന്നത് എന്താണെന്നറിയാമോ? പകരം ബലിയർപ്പിക്കാനായി ഒരു കൊമ്പ് മുള്ളിൽ ഉടക്കി കിടക്കുന്ന ഒരു കുഞ്ഞാടിനെ കാണിച്ചു കൊടുക്കും. കൊമ്പ് മുള്ളിൽ ഉടക്കി കിടക്കുന്ന ഒരു കുഞ്ഞാടിനെ കാണിച്ചു കൊടുക്കും. എന്തിനാണ് ഈ കുഞ്ഞാട് മുള്ള് ഉടക്കി കിടക്കുക എന്നൊക്കെ പറയുന്നത്? എന്താണ് അതിന്റെ അർത്ഥം എന്നറിയാമോ? ഈ സാധാരണ ഒരാടിങ്ങനെ കൊമ്പുടക്കി കിടക്കലൊക്കെ അത്ര എളുപ്പമൊന്നുമല്ല. എന്ന് പറഞ്ഞാൽ ഈ കലമാനെപ്പോലത്തെ മാനുകളൊക്കെ ആണെങ്കിൽ കൊമ്പൊക്കെ ഉടക്കി കിടക്കാം. പക്ഷെ എന്താണ് അങ്ങനെ ഒരു പ്രതീകം? അത് പിന്നീട് കുരിശിലേക്ക് നോക്കിയാൽ കാണും. കുരിശിന്റെ മുകളിൽ മുൾക്കിരീടം അണിഞ്ഞു കിടക്കുന്ന കർത്താവ് കൊമ്പുടക്കി കിടക്കുന്ന അന്ന് ബലിയർപ്പിക്കാൻ വേണ്ടി പകരം വെക്കപ്പെട്ട ആ കുഞ്ഞാടാണ്. ആ കിരീടം അത് അല്ലെങ്കിൽ നിങ്ങളൊന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് വിജാതീയരായ പട്ടാളക്കാർ
അവന്മാർക്ക് ഒരാവശ്യമില്ല. വേണ്ട വല്ല തല്ലു കൊടുക്കും, ഇനി അപമാനിക്കാൻ വേണ്ടിയാണെങ്കിൽ വല്ല തലയിൽ എന്തെങ്കിലും വല്ല കരിയോര് കോഴി ഒഴിക്കും, എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നിരിക്കെ ഇവൻ പോയിട്ട് കഷ്ടപ്പെട്ട് കാട്ടിൽ നിന്ന് മുള്ളു പറിച്ചുകൊണ്ട് വന്ന് അതൊക്കെ അവരുടെ മേത്ത് കൊണ്ടുകയറി ചോര ഓടിച്ചിട്ടുണ്ടാവും. അത്രയും പാടുപെട്ട് ഇവൻ മുള്ളൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് അതൊക്കെ ചുറ്റിക്കെട്ടി കർത്താവിന്റെ തലയിലൊക്കെ അടിച്ചിറക്കിയിട്ട് സത്യത്തിൽ ആ പ്രവചനം പൂർത്തീകരിക്കുകയാണ്. അവിടെ മുള്ളുടക്കി കിടക്കുന്നതായി അബ്രാഹത്തിന് കാണിച്ചു കൊടുത്ത തൻ്റെ പുത്രന് പകരമായി ബലിയർപ്പിക്കപ്പെടുന്ന ആ കുഞ്ഞാട് ഈശോ മിശിഹായാണ്. മനുഷ്യവംശത്തിന് അവൻ നശിച്ചു പോകാതിരിക്കാൻ അവന് പകരമായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്ന ബലിവസ്തുവായി തീരുന്ന ഈശോ എന്ന കുഞ്ഞാട്, ആ മുള്ളുടക്കി കിടക്കുന്ന കുഞ്ഞാട് ഈശോ മിശിഹായാണ്. ആ മലയിലേക്കാണ് ഇസ്രായേൽ ജനം മടങ്ങിപ്പോകുന്നത്. ജെറുസലേം മലയിലേക്കാണ് മടങ്ങിപ്പോകുന്നത്. അപ്പൊ എക്സോഡസ് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് ദൈവാരാധനയിലേക്കുള്ള യാത്രയാണ് എക്സോഡസ്. ഒരു സമൂഹത്തിന്റെ ദൈവാരാധനയിലേക്കുള്ള യാത്രയാണ് ഈ എക്സോഡസ്. പഴയ നിയമത്തിലെ പുറപ്പാട് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ തീർത്ഥയാത്രകളൊക്കെ അതാണ്. തീർത്ഥാടനങ്ങൾ എന്ന് നമ്മൾ വിളിക്കാറില്ലേ, തീർത്ഥയാത്രകളൊക്കെ അതാണ്. ദൈവ സാന്നിധ്യത്തിലേക്കുള്ള യാത്രയാണ്. അതുകൊണ്ട് ഒരു അർത്ഥത്തിൽ നമ്മൾ ഒരു അനുദിന ബലിക്കായി വിശുദ്ധ ദേവാലയത്തിലേക്ക് പോകുന്നത് തന്നെ ഒരു തീർത്ഥയാത്രയാണ്, തീർത്ഥാടനമാണ്. കാരണം അവിടെ നമ്മൾ ദൈവമായിരിക്കുന്നവനെ കണ്ടുമുട്ടുന്നു, ദൈവത്തോട് സംസാരിക്കുന്നു, ദൈവത്തോട് അടുക്കുന്നു. ഇസ്രായേൽ ജനം അടിമത്തത്തിൽ നിന്ന് ഈ ആരാധനയുടെ മലയിലേക്ക് പോയത് യഥാർത്ഥത്തിൽ ഒരു തീർത്ഥാടനമാണ്. അവരുടെ ഒരു പുറപ്പാടെന്ന് പറഞ്ഞ സത്യത്തിൽ ഒരു തീർത്ഥാടനമാണ്. ഈ മലമുകളിലാണ് കർത്താവായ മിശിഹ ബലിയായി അർപ്പിക്കപ്പെടുന്നത് എന്നതാണ് ഈ പറഞ്ഞു വന്ന കാര്യം. അപ്പൊ അതുകൊണ്ട് ഈ ദൈവാരാധന എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ മിശിഹ ചെയ്യുന്ന പ്രവൃത്തിയാണ്. അവിടുന്നാണ് ഈ ബലിയർപ്പകനും ബലിവസ്തുവുമാകുന്ന ഈശോ മിശിഹ തൻ്റെ കുരിശുമരണ സംസ്കാര ഉത്ഥാനങ്ങളുടെ 3 ദിവസത്തെ പ്രവൃത്തികളുണ്ടല്ലോ, അത് അതിന്റെ കേന്ദ്രമാണ്. അതിലൂടെ ഈശോ പറയുകയാണ്, നിങ്ങൾ നശിപ്പിക്കുക, ഞാൻ ഈ ദേവാലയത്തെ പുനർനിർമ്മിക്കും. അതുവരെ ഈ ജെറുസലേം ദേവാലയത്തിലാണ് ബലിയർപ്പിച്ചിരുന്നതെങ്കിൽ അവിടുന്ന് പറയുകയാണ്, ഇനിമേൽ ഈ ബലി അർപ്പിക്കപ്പെടുന്ന ഇവിടെയല്ല. എന്ന് വെച്ചാൽ ദേവാലയം എന്ന കൺസെപ്റ്റിനെ, ബലിയർപ്പണം എന്ന കൺസെപ്റ്റിനെ ഈശോ മാറ്റുന്നതാണ് ദേവാലയ ശുദ്ധീകരണം. ബലിയർപ്പണം എന്ന കൺസെപ്റ്റിനെ തന്നെ, ദേവാലയത്തെ തന്നെ ദൈവം മാറ്റുന്നതാണ് ഈ ദേവാലയത്തിന്റെ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് ഇതുമായിട്ട് വേറെ ഒരു ബന്ധമില്ല. അവരവിടെ ചെയ്തിരുന്ന സത്യത്തിൽ നല്ല കാര്യങ്ങളാണ്. കാരണം ഈ കാള, ആട്, മാവ്, പ്രാവ് ഇതിനൊക്കെ വിറ്റുന്ന എന്തിനാണ്? ബലി അർപ്പിക്കാൻ വേണ്ടിയുള്ള ബലിവസ്തുക്കളാണ്. നമ്മുടെ ദേവാലയത്തിന്റെ താഴത്ത് കത്തിക്കാനുള്ള മെഴുതിരിയൊക്കെ കൊടുക്കുന്നത് പോലെയുള്ള ഒരു കാര്യമേ ഉള്ളൂ. ഇനി നാണയമാറ്റക്കാർ, അവരവിടെ ഫോറിൻ എക്സ്ചേഞ്ച് നടത്തിയിരുന്നത് എന്തിനാണ്? അത് ഈ വിജാതീയ രാജാക്കന്മാരുടെ തലയുള്ള വിജാതീയ നാണയങ്ങളൊന്നും ദേവാലയത്തിന്റെ ഭണ്ഡാരത്തിൽ ഇടരുതെന്നുള്ള സതുദ്ദേശം കൊണ്ടാണ് അവരത് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചിട്ട് അവരുടെ നാണയം കൊണ്ടുപോയിട്ട് ജെറുസലേം ദേവാലയത്തിൽ നടത്തിയിട്ടുണ്ട്. രണ്ടും നല്ല കാര്യമാണ് ദേവാലയത്തിൽ നടത്തുന്നത്. പക്ഷേ അതൊന്നും അല്ല കർത്താവിന്റെ വിഷയം. കർത്താവിന്റെ വിഷയം എന്താണ്? ഇനി മുതൽ ദേവാലയം മറ്റൊന്നാണ്, ആരാധന മറ്റൊന്നാണ്. ഇതുവരെ ദേവാലയം ആ 46 വർഷം കൊണ്ട് പണിത ആ ബിൽഡിംഗ് ആയിരുന്നെങ്കിൽ, ആ ടെമ്പിൾ ആയിരുന്നെങ്കിൽ, ഇനി ദേവാലയം ഈശോ മിശിഹായുടെ ശരീരമാണ്. ഈശോയുടെ ശരീരമാകുന്ന ദേവാലയമാണ് ഇനി ബലിയർപ്പണത്തിന്റെ ആരാധനയുടെ കേന്ദ്രം. ആ ശരീരമാണ് പരിശുദ്ധ സഭ. തിരുസഭയാകുന്ന മിശിഹ ഗാത്രമാണ് ആരാധനയുടെ കേന്ദ്രം, ദൈവാരാധനയുടെ കേന്ദ്രം. ഇനി ബലിയർപ്പിക്കുന്ന വസ്തു എന്താണ്? ഈ കാളയും ആടിനെയൊക്കെ കർത്താവ് പുറത്താക്കുകയാണ്. ഇനി ഇതൊന്നും ആവശ്യമില്ല. ഇനി എന്താണ് ബലിവസ്തു? അത് ആ കൊമ്പുടക്കി കടന്ന കുഞ്ഞാടാണ് ഈ ബലിവസ്തു. ഈശോ മിശിഹ തന്നെയാണ് ഈ ബലിവസ്തു. ഈശോ മിശിഹായാകുന്ന ബലിവസ്തുവിനെയാണ് പരിശുദ്ധ സഭയുടെ അൾത്താരയിൽ അർപ്പിക്കുന്നത്. അവിടുന്ന് തന്നെ നടത്തുന്ന ആത്മബലിയാണത്. ബലിയർപ്പകനും ബലിവസ്തുവുമാകുന്ന നിത്യപുരോഹിതനായ ഈശോയുടെ ബലിയർപ്പണമാണ് നമ്മൾ അതിനകത്ത് ഈ ഈശോയുടെ ദേവാലയ ശുദ്ധീകരണത്തിൽ തന്നെ കാണുന്നു. ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ അർത്ഥം എന്നറിയാമോ? വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ ഇങ്ങനെ ദൈവാരാധന കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ഞാൻ ചില ടെക്സ്റ്റുകളൊക്കെ മറ്റൊരു കോണ്ടെക്സ്റ്റിലും കൂടെ ഇത് വായിക്കാവേ. ഈ പറഞ്ഞത് ഈ ആരാധന, ഇനി എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ കർത്താവിന്റെ പീഡാസഹന, കുരിശുമരണ, ഉത്ഥാനങ്ങൾ എന്നുള്ള രക്ഷാ പ്രവൃത്തികൾ ഈശോ നമുക്ക് തന്നു. നമ്മളത് സ്വീകരിക്കുന്നിടമാണ് ആരാധന, പരിശുദ്ധ സഭയുടെ ആരാധന. അതുകൊണ്ടാണ് അത് സ്വീകരിക്കുന്ന സമൂഹം എന്നാണ് സഭയൊരു ആരാധനാ സമൂഹം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. നൽകപ്പെട്ട രക്ഷ സ്വീകരിക്കുന്ന സമൂഹം, അതാണ് അതിൻ്റെ ആന്തരികാർത്ഥത്തിൽ സഭയൊരു ആരാധനാ സമൂഹമാണെന്ന് പറയുന്നത്. അല്ലാതെ പലരും വിചാരിക്കുന്ന സഭ ഒരു ആരാധന സമൂഹം എന്ന് പറഞ്ഞാൽ ചുമ്മാ പ്രൈസ് ആൻഡ് വർഷിപ്പിന് വേണ്ടി ഒരുമിച്ച് കൂടി കുറെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ എന്നുള്ള ലളിതമായ അർത്ഥമല്ല അതിനുള്ളത്. പകരം രക്ഷ സ്വീകരിക്കുന്നവരുടെ സമൂഹം എന്നാണ്. രക്ഷ സ്വീകരിക്കലാണ് ദൈവാരാധന. അതുകൊണ്ട് തന്നെ ഈ ദൈവാരാധന അത്രമേൽ പ്രധാനപ്പെട്ടതാണ്. അതിനേക്കാൾ വലിയൊരു പ്രവൃത്തി സഭയ്ക്കില്ല എന്നതാണ് അതിന്റെ കാര്യം. ഇതിനെക്കുറിച്ച് തിരുസഭ തന്നെ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം.
ഞാൻ ഇന്ന് സംസാരിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ CCCയിൽ നിന്നും കൂടിയാണ്. CCCയുടെ 1066 1066 അതിനകത്ത് അതിന്റെ ആദ്യത്തെ പാരഗ്രാഫ് പഴയ നിയമത്തിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് പറയും. പഴയ നിയമത്തിനകത്ത് മിശിഹായുടെ രഹസ്യം, മിശിഹായുടെ രഹസ്യത്തിന്റെ പദ്ധതി, രക്ഷാ പദ്ധതി, അവയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കമാണ് പഴയ നിയമത്തിൽ എന്ന് നമ്മൾ വായിക്കും. സഭപിതാക്കന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് വചനത്തിന്റെ പദ്ധതി അഥവാ രക്ഷാപദ്ധതി അത് പ്രൈമോഡിയലായിട്ട് പ്രകടിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ പ്രതീകാത്മകമായി അവതരിപ്പിക്കപ്പെടുന്ന സ്ഥലമാണ് പഴയ നിയമം എന്ന് നമ്മൾ ആദ്യം വായിക്കും. 1067 പഴയ നിയമ ജനതയുടെ ഇടയിൽ ദൈവം പ്രവർത്തിച്ച അത്ഭുത കൃത്യങ്ങൾ മനുഷ്യവംശത്തെ വീണ്ടെടുക്കുന്നതിനും ദൈവത്തിന് സമ്പൂർണ്ണമായ മഹത്വം നൽകുന്നതിനും വേണ്ടി കർത്താവായ മിശിഹ നിർവഹിച്ച ദൗത്യത്തിന്റെ നാന്ദി മാത്രമായിരുന്നു. എന്ന് വെച്ചാൽ അതൊരു പ്രീഫിഗറേഷൻ ആയിരുന്നു, ഒരു ഒരുക്കം മാത്രമായിരുന്നു. എന്ത്? പഴയ നിയമ ജനത്തിനിടയ്ക്ക് നടന്നിരുന്ന ആരാധനകളും പ്രവൃത്തികളുമൊക്കെ ഇതിന്റെ ഒരു 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 തുടക്കം മാത്രമോ നാന്ദി മാത്രമായിരുന്നു എന്ന് നമ്മൾ വായിക്കും. ഇനി അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? എങ്ങനെയാണ് അവിടുന്ന് ഈ കർമ്മം പൂർത്തിയാക്കിയത്? പ്രധാനമായിട്ടും തന്റെ അനുഗ്രഹീതമായ പീഡാസഹനവും മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനവും മഹത്വപൂർണമായ സ്വർഗാരോഹണവും അടങ്ങുന്ന പെസഹ രഹസ്യങ്ങൾ വഴിയാണ്. ഇതാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം. ഈശോ മിശിഹ ഈ രക്ഷാകർമ്മം പൂർത്തിയാക്കിയത് എങ്ങനെയാണ്? തന്റെ അനുഗ്രഹീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അനുഗ്രഹം തരുന്ന ബ്ലെസ്സഡ് ആയിട്ടുള്ള പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും സ്വർഗാരോഹണവും അടങ്ങുന്ന പെസഹ രഹസ്യങ്ങളിലൂടെയാണ് കർത്താവായ മിശിഹ നമുക്കിത് നൽകിയത്. ഈ പെസഹ രഹസ്യത്തിൽ മരിച്ചുകൊണ്ട്, അതായത് ഈ പെസഹ രഹസ്യം എന്ന് പറയുന്നത് കർത്താവിന്റെ പീഡാസഹന കുരിശുമരണമാണല്ലോ, അങ്ങനെ അതിൽ മരിച്ചുകൊണ്ട് അവിടുന്ന് നമ്മുടെ മരണത്തെ നിഹനിച്ചു. എന്താണ് അതിന്റെ അർത്ഥം? അവിടുന്ന് നമുക്ക് വേണ്ടി മരിച്ച് പരിഹാരം ചെയ്യുകയാൽ നമ്മൾ മരിക്കേണ്ടതില്ല. പിന്നീട് നമുക്കുള്ള ശിക്ഷ നമുക്ക് വഹിക്കാൻ കഴിയുന്നതിനപ്പുറമായതുകൊണ്ട് അവിടുന്ന് നീതി പൂർത്തിയാകാൻ വേണ്ടി സ്വയം കുരിശുമരണം ഏറ്റെടുക്കുന്നു, ശിക്ഷ നമുക്ക് വേണ്ടി വഹിക്കുന്നു. ഒരു കൊച്ച് അയലോക്കത്തെ വീട്ടിലെ ഒരു വിലപിടിപ്പുള്ള സാധനം തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞാൽ പിന്നെ എന്താ മാർഗമുള്ളത്? പിന്നെ ആ കൊച്ചിനത് പോയി വീണ്ടെടുക്കാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യും? ആ അപ്പൻ തന്നെ വീണ്ടും അധ്വാനിച്ചത് തിരികെ കൊടുക്കില്ലേ എന്നൊക്കെ പറയാവുന്നത് പോലെ മനുഷ്യൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ, അവിവേകം കൊണ്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞ ദൈവബന്ധത്തോടുള്ള ബന്ധത്തെ, തൻ്റെ ആത്മാവിന്റെ നിത്യതയൊക്കെ നഷ്ടപ്പെടുത്തി കളഞ്ഞപ്പോൾ അവിടുന്ന് അതിനർഹിക്കുന്ന വില വീണ്ടും കൊടുത്ത് ആണ് കുരിശിൽ മരിക്കുന്നത്. അത് കർത്താവിന് വെറുതെ വാക്കുകൊണ്ട് വേണേൽ പറയാം, പക്ഷേ ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നു പറയാം. പക്ഷേ അവിടുന്ന് അർഹമായ വില കൊടുക്കും. കാരണം അവിടുന്ന് നീതിമാനാണ്, അർഹിക്കുന്നത് നൽകുന്നവനാണ്. അങ്ങനെയാണ് അവിടുന്ന് ഈ പെസഹ രഹസ്യങ്ങളിലൂടെ തൻ്റെ മരണം വഴി നമ്മുടെ മരണത്തെ അതിജീവിച്ചു. നമുക്ക് ജീവൻ കർത്താവ് തന്നു എന്നതാണ് കാര്യം. നമ്മുടെ മരണത്തെ നിഹനിച്ചു. ഉയർത്തെഴുന്നേറ്റുകൊണ്ട് അവിടുന്ന് നമ്മുടെ ജീവൻ പുനഃസ്ഥാപിച്ചു. എന്നിട്ട് അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. അതുവഴി നമ്മുടെ ജീവൻ പുനഃസ്ഥാപിച്ചു. എന്താണ് ഇതിന്റെ അർത്ഥം? അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ എങ്ങനെ നമ്മുടെ ജീവൻ പുനഃസ്ഥാപിക്കുന്നത്? അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ആ ഉദ്ധിത ശരീരത്തിലേക്കാണ് നമ്മൾ ഒട്ടിച്ചേർക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കും, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും നിങ്ങൾ അതിന്റെ ശാഖകളുമാണ്. ശാഖകളെ തായ്തണ്ടിലേക്ക് ഒട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ശാഖ നിലനിൽക്കുന്നത് ഈ തായ്തണ്ടിന്റെ ജീവൻ വലിച്ചെടുത്തുകൊണ്ടാണ്. അങ്ങനെ ഉദ്ധിതനായ ഈശോ മിശിഹായോട് ഒട്ടിച്ചേരുന്ന നമ്മൾ ഈശോ മിശിഹായിലുള്ള ജീവനിൽ നിലനിൽക്കും. അതുകൊണ്ടാണ് അവിടുന്ന് ഉത്ഥാനം ചെയ്തെങ്കിൽ നമ്മളും അവന്റെ ഉത്ഥാനത്തിൽ നിലനിൽക്കും എന്ന് പറയുന്നത്. മറ്റൊരിടത്ത് യോഹന്നാന്റെ സുവിശേഷത്തിൽ 12:24 നമ്മളിങ്ങനെ വായിക്കും, 12:24 തന്നെയാണ്, നമ്മളിങ്ങനെ വായിക്കും, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും. അർത്ഥം എന്താണ്? തന്റെ ശരീരമാകുന്ന ഗോതമ്പുമണിയെ കുറിച്ചാണ് പറയുന്നത്. അഴിയുന്നെങ്കിലും അത് ധാരാളം ഫലം പുറപ്പെടുവിക്കും. ഗോതമ്പുമണിയാകുന്ന തന്റെ ശരീരം മരിച്ചടക്കപ്പെട്ട് ഒരു 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 ധാന്യത്തിന്റെ വിത്ത് ഇങ്ങനെ അലിഞ്ഞ് ഇല്ലാതായി പോകുന്നത് പോലെ ഈ മണ്ണിൽ തന്റെ ഈ ഭൗതിക ശരീരം അത് ആകുമ്പോൾ എന്തുണ്ടാകും? അത് അനേകം ഫലങ്ങൾ പുറപ്പെടുവിക്കും എന്ന് നമ്മൾ വായിക്കും. അഴിയുന്നെങ്കിലും അത് വളരെയേറെ ഫലങ്ങൾ പുറപ്പെടുവിക്കും. എന്താണ് അതിന്റെ അർത്ഥം? മിശിഹായുടെ ഉത്ഥാനം സംഭവിച്ചാൽ അതിലൂടെ ധാരാളം ഫലങ്ങൾ ഉണ്ടാകുമെന്ന്. ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞു കഴിയുമ്പോൾ അതിൽ നിന്ന് ഗോതമ്പ് ചെടി ഉണ്ടാവുകയും ആ ചെടിയിൽ സമാനമായ ധാരാളം ഗോതമ്പ് മണികൾ ഉണ്ടാവുകയും ചെയ്യും. എന്ന പോലെ തന്നെ ഈശോയുടെ ഉത്ഥാനത്തെ തുടർന്ന് ഈശോയിൽ മരിച്ചവർ ഈശോയോടൊത്ത് ഉയർപ്പിക്കപ്പെടും. ഒരു ഗോതമ്പ് മണിയിൽ ധാരാളം ഗോതമ്പ് മണികൾ ഉണ്ടാകുന്നത് പോലെ ഈശോയുടെ ഉത്ഥാനത്തിൽ നിന്ന് ധാരാളം ഉത്ഥാനങ്ങൾ ഉണ്ടാകുമെന്നാണ് അതിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ ഉത്ഥാനം നമുക്ക് ലഭിക്കുന്നത് ഈശോയുടെ ഉത്ഥാനത്തിലൂടെയാണ്. അതാണ് അവിടുന്ന് നമ്മുടെ ജീവൻ പുനഃസ്ഥാപിച്ചു. എങ്ങനെ? അവിടുന്ന് ഉത്ഥാനം ചെയ്തുകൊണ്ട്. അവിടുന്ന് ഉത്ഥാനം ചെയ്തതിൽ നമ്മുടെ ഉത്ഥാനം സംഭവിക്കുകയില്ല.
എന്തെന്നാൽ മിശിഹ കുരിശിൽ മരണനിദ്രയിലായിരുന്നപ്പോൾ അവിടുത്തെ പാർശ്വത്തിൽ നിന്നും സമസ്ത സഭയാകുന്ന വിസ്മയനീയമായ കൂദാശ പുറപ്പെട്ടു. ഇതൊരു ഭയങ്കര പ്രധാനപ്പെട്ട വാചകമാണ്. അപ്രയം പിതാവിന്റെ വാക്കുകളാണ് ഈ കോട്ട് ചെയ്യപ്പെടുന്നത്. നമ്മൾ സകർസാങ്കം കൊൻചീലിയത്തിനകത്ത് അത് നമ്മൾ വായിക്കും. വിശുദ്ധ അഗസ്തീനോസ് അതിനെ ആവർത്തിക്കുന്നുണ്ട്. ഇതിങ്ങനെയാണ്: സഭ ജനിക്കുന്നത് എവിടെ നിന്നാണ്? സഭ ജനിക്കുന്നത് മിശിഹായുടെ പാർശ്വത്തിൽ നിന്നാണ് എന്നാണ്. കുരിശിൽ നിദ്രയിലായിരുന്ന, മരണനിദ്രയിലായിരുന്ന ഈശോ മിശിഹായുടെ പാർശ്വത്തിൽ നിന്നാണ് സഭ ജനിക്കുന്നത്. അവിടെ കുത്തി പിളർക്കപ്പെടുകയും അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെടുകയും ചെയ്തു. എന്താണ് ഈ രക്തവും വെള്ളവും? അത് രണ്ട് ഛായകളാണ്, രക്തവും വെള്ളവും. അതായത് മിശിഹായിൽ നിന്ന് പുറപ്പെടുന്ന സ്വർഗീയ ഭാവവും മാനുഷിക ഭാവവും, ദൈവിക ഭാവവും മാനുഷിക ഭാവവും. തിരുസഭയുടെ പ്രത്യേകത എങ്ങനെയാണ്? തിരുസഭ ഒരേ സമയം മിശിഹായാണ്, അതുകൊണ്ട് അത് ദൈവികമാണ്. നമ്മളിലാണ് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്, നമ്മളാകുന്ന അവയവങ്ങളിലൂടെയാണ് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് മാനുഷികവുമാണ്. ഒരേ സമയം മാനുഷികവും അതേസമയം ദൈവികവുമായിരിക്കുന്ന സഭയാണത്. അതുകൊണ്ടാണ് രക്തവും വെള്ളവും അവിടെ നിന്ന് ഒഴുകി എന്ന പ്രതീകം അത്രമേൽ സഭാസ്ഥാപനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. നമ്മൾ CCCയുടെ 1067 നമ്മളിങ്ങനെ വായിക്കും. എന്തെന്നാൽ മിശിഹ കുരിശിൽ മരണനിദ്രയിലായിരുന്നപ്പോൾ അവിടുത്തെ പാർശ്വത്തിൽ നിന്നും യൂണിവേഴ്സൽ ആയ, കാത്തലിക് ആയ, വിസ്മയനീയമായ ഈ കൂദാശ പുറപ്പെട്ടു. ഏതാണ് കൂദാശ? കൂദാശകളുടെ കൂദാശയാകുന്ന തിരുസഭയെക്കുറിച്ചാണ് കൂദാശ എന്ന് വിളിക്കുന്നത്. പരിശുദ്ധ സഭ സാക്രമെന്റ് ഓഫ് സാക്രമെന്റ്സ് ആണ്, കൂദാശകളുടെ കൂദാശയാണ്. അത് സഭ ധാരാളം കൂദാശകൾ കൊടുക്കുന്നത് കൊണ്ട് മാത്രമല്ല, സഭയിൽ നിന്നാണ് കൂദാശകളുടെ നൽകപ്പെടുന്നത്, അതുകൊണ്ട് മാത്രമല്ല, സഭ തന്നെയാണ് ഈ അടയാളം. കൂദാശ എന്ന് പറഞ്ഞ അടയാളമാണല്ലോ, സഭ തന്നെയാണ് അടയാളം. എന്തിന്റെ അടയാളം? മിശിഹായുടെ രക്ഷയുടെ അടയാളം സഭയാണ്. അഥവാ സഭയിലാണ് മിശിഹായെ കണ്ടെത്തുന്നത്, സഭയിലാണ് രക്ഷ കണ്ടെത്തുന്നത്. അപ്പം രക്ഷ ദൃശ്യമായിരിക്കുന്നത് തിരുസഭയിലാണ്. കൂദാശ എന്താണ്? നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചിട്ടുണ്ട്. അദൃശ്യമായ പ്രസാദവരം ദൃശ്യമായി നൽകുന്ന അടയാളമാണ് കൂദാശ, അല്ലെ? അദൃശ്യമായ പ്രസാദവരം ദൃശ്യമായി നൽകുന്ന അടയാളമാണ് കൂദാശ. സഭ നൽകുന്നതും മിശിഹായിൽ നിന്ന് പുറപ്പെടുന്നതും റൂഹ പരികർമ്മം ചെയ്യുന്നതൊക്കെയാണ് നമുക്കറിയാവുന്ന. അടയാളമാണ് എന്നുള്ളതും അദൃശ്യമായവയെ ദൃശ്യമാക്കുന്നതാണ് എന്നുള്ളതും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അപ്പോൾ ഒരു അദൃശ്യമായ പ്രസാദവരം, കാണാമല്ലാത്ത പ്രസാദവരം, ഇതിനെ കാണാവുന്നത് പോലെ കൊടുക്കുകയാണ് കൂദാശയിൽ ചെയ്യുന്നത്. ഇനി തിരുസഭ എങ്ങനെയാണ് കൂദാശയായിരിക്കുന്നത്? കാണാൻ പറ്റാത്ത രക്ഷ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നത് പോലെ, തൊട്ടനുഭവിക്കാൻ പറ്റുന്നത് പോലെ നമുക്ക് നൽകുന്ന ഇടമാണ് പരിശുദ്ധ സഭ. എന്ന് വെച്ചാൽ, ഇപ്പൊ ഉദാഹരണത്തിന് വിവാഹത്തിന്റെ പ്രസാദവരം വിവാഹം എന്ന കൂദാശയിൽ പങ്കെടുക്കുന്നവർക്കേ കിട്ടുള്ളൂ. എന്നുവെച്ചാൽ ആ കൂദാശ സ്വീകരിക്കുന്നവർക്കാണ് കിട്ടുന്നത്. അതായത് ആ കൂദാശയുടെ സ്വീകരണമാണ് അത് കിട്ടുന്നതിനുള്ള മാധ്യമം അവിടെ ഉള്ളൂ. എന്ന പോലെ ഈശോ മിശിഹായുടെ രക്ഷ തിരുസഭയാണ്, തിരുസഭയിലാണ്, തിരുസഭയാണ്. ആ സഭയിൽ നിന്നാണ്, ആ സഭയിലാണ് ഈ രക്ഷ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് രക്ഷയുടെ കൂദാശ തിരുസഭയാണ് എന്ന് നമ്മൾ ബോധ്യപ്പെടേണ്ടത്. അതൊരു സ്ഥലത്തുമല്ല. സഭ വെറുതെ ഒരു സെക്യുലർ സംവിധാനമല്ല, ആളുകളെ ഒരുമിച്ച് കൂട്ടുന്ന ഒരു മതമല്ല. പകരം അത് മിശിഹായുടെ ശരീരമാണ്, രക്ഷയുടെ അടയാളമാണ് എന്നതാണ് എൻ്റെ കാര്യം. ഇക്കാരണത്താൽ സഭ ആരാധനാക്രമത്തിൽ സർവോപരി മിശിഹായുടെ പെസഹാരഹസ്യം ആഘോഷിക്കുന്നു. ആരാധനാക്രമത്തിലാണ് മിശിഹായുടെ പെസഹാരഹസ്യം ആഘോഷിക്കുന്നത്. പെസഹാരഹസ്യം എന്താണ്? അവിടുന്ന് നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഏറ്റെടുത്ത മരണവും സംസ്കാരവും ഉത്ഥാനവും ഒക്കെയാണ്. അത് ആഘോഷിക്കുന്നത് എവിടെയാണ്? ആരാധനാക്രമത്തിലാണ്. എന്നിട്ട് കൂട്ടിച്ചേർത്ത് വായിക്കാൻ ലാസ്റ്റ് വാചകം എങ്ങനെയാണ്? അതുവഴിയാണ് മിശിഹ നമ്മുടെ രക്ഷാകർമ്മം നിറവേറ്റിയത്. അതായത് ഈ പീഡാസഹന കുരിശുമരണോത്ഥാനങ്ങൾ വഴിയാണ് ഈശോ തന്റെ രക്ഷാകർമ്മം നിറവേറ്റിയത്. അത് ഇന്ന് നമുക്ക് ലഭിക്കുന്ന അടയാളമാണ്, അഥവാ കൂദാശയാണ് പരിശുദ്ധ സഭ. ആ സഭ ഇത് നമുക്ക് തരുന്നത് എങ്ങനെയാണ്? അത് ആഘോഷിക്കുന്നത് എങ്ങനെയാണ്? സഭയുടെ ആരാധനയിലാണ്. അപ്പോൾ സഭയിലായിരിക്കുകയും തിരുസഭയായിരിക്കുകയും തിരുസഭയുടെ ആരാധനയിൽ പങ്കുചേരുകയും ചെയ്യുക എന്ന് പറയുന്നതിനെയാണ് ഈശോ മിശിഹായിലുള്ള രക്ഷ നാം സ്വീകരിക്കുക എന്ന് പറയുന്നത്. ഈശോ മിശിഹായിലുള്ള രക്ഷ നാം സ്വീകരിക്കുക എന്ന് പറയുന്ന കാര്യം യഥാർത്ഥത്തിൽ എന്താണ് എന്ന് ചോദിച്ചാൽ അത് സഭയിലായിരിക്കുക, രണ്ടാമത് തിരുസഭയുടെ ആരാധനയിലായിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും നടത്തുന്ന വ്യക്തിപരമായ പ്രാർത്ഥന അല്ല ഇവിടുത്തെ വിഷയം. പരിശുദ്ധ സഭയുടെ ഔദ്യോഗികമായ ആരാധനയാണ് ഇവിടുത്തെ വിഷയം. ഇനി തുടർന്ന് 1068 നമ്മൾ വായിക്കും: മിശിഹായുടെ ഈ രഹസ്യം സഭ തന്റെ ആരാധനാക്രമത്തിൽ പ്രഖ്യാപിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു. ഈ രക്ഷാരഹസ്യത്തെ
സഭ എന്തു ചെയ്യും? അത് പ്രഖ്യാപിക്കും ആരാധനക്രമത്തിൽ, അത് സെലിബ്രേറ്റ് ചെയ്യും ആരാധനക്രമത്തിൽ. ഈ കൂദാശകൾ പരികർമ്മം ചെയ്യുക എന്നല്ല ഏറ്റവും ഉചിതമായി പറയാവുന്നത്, സെലിബ്രേറ്റ് ചെയ്യുക എന്നാണ്, അത് ആഘോഷിക്കുക എന്നാണ്. അത് രക്ഷയുടെ ആഘോഷമാണ്, അതൊരു സെലിബ്രേഷനാണ്. നമുക്കത് കേൾക്കുമ്പോൾ എന്തോ ആഘോഷം കേൾക്കുമ്പോൾ എന്തോ ഭയങ്കര തുള്ളിച്ചാടൽ പരിപാടി എന്നൊക്കെ നമുക്ക് തോന്നുന്നത്. അത് സെലിബ്രേറ്റ് ചെയ്യലാണ്. കാരണം അതൊരു ഒരു വിരുന്നിന്റെ ആഘോഷമാണ് സത്യത്തിൽ. അത് സ്വർഗീയ വിരുന്നിന്റെ, ദൈവം നമുക്ക് തന്ന ആ വലിയ വീണ്ടെടുപ്പിന്റെ ആഘോഷമാണത്. പിതൃഭവനത്തിലേക്ക് തിരികെ പ്രവേശിക്കലിന്റെ ആഘോഷമാണത്. ധൂർത്തപുത്രൻ മടങ്ങി വരുമ്പോൾ വലിയ വിരുന്നൊരുക്കി തൻ്റെ ആ മഹത്വത്തിന്റെ വസ്ത്രം അവന്റെ മേൽ ചാർത്തി അവനെ സ്വീകരിക്കുന്ന ആ ആഘോഷമാണ് യഥാർത്ഥത്തിൽ ദൈവാരാധനയുടെ ആഘോഷം. അതുകൊണ്ട് സെലിബ്രേറ്റിംഗ് ദി യൂക്രിസ്റ്റ് എന്ന പ്രയോഗമാണ് ഏറ്റവും ശരിയായിട്ടുള്ളത്. വിശുദ്ധ കുർബാന ആഘോഷിക്കുക എന്നാണ് പറയേണ്ടത്, കുർബാന ചൊല്ലുക എന്നുമല്ല പറയേണ്ടത്, കുർബാന അർപ്പിക്കുക എന്നുമല്ല പറയേണ്ടത്. കുറച്ചുകൂടെ ഉചിതമായി പറയാവുന്നത് പരിശുദ്ധ കുർബാന ആഘോഷിക്കുക എന്നാണ്, സെലിബ്രേറ്റിംഗ് ദ ഡിവൈൻ ലിറ്റർജി. അതാണ് ഈ സെലിബ്രേഷൻ. അതുകൊണ്ടാണ് സഭ ഇങ്ങനെ പഠിപ്പിക്കുന്നത്, 1960 പഠിപ്പിക്കുന്നത്, മിശിഹായുടെ രഹസ്യം സഭ തന്റെ ആരാധനക്രമത്തിൽ പ്രഖ്യാപിക്കുകയും സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഡിക്ലെയർ ചെയ്യുന്നു, സെലിബ്രേറ്റ് ചെയ്യുന്നു. അടുത്തത്, വിശ്വാസികൾ അതിൽ നിന്ന് ജീവിക്കുന്നതിനും ലോകത്തിൽ അതിന് സാക്ഷ്യം വഹിക്കുന്നതിനും വേണ്ടിയാണ്. എന്തിനാണ് ഈ സഭ ഈ ലിറ്റർജി സെലിബ്രേറ്റ് ചെയ്യുന്നത്? എന്തിനാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? 2 കാര്യങ്ങളാണ്. ഒന്ന്, വിശ്വാസികൾ അതിൽ നിന്ന് ജീവിക്കുന്നതിനാണ്. വിശ്വാസികൾ ജീവിക്കുന്നത് ഈ ആരാധനയിൽ നിന്നാണ്, ഈ രക്ഷയുടെ സെലിബ്രേഷനിൽ നിന്നാണ് വിശ്വാസ സമൂഹം ജീവിക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവാരാധനയോട് ചേർന്ന് നിൽക്കാത്ത ഒരാൾ മിശിഹായിൽ ജീവിക്കുന്നില്ല എന്നാണ് അതിന്റെ പ്രശ്നം. ജീവിക്കുന്നില്ല. രണ്ടാമത്തെ എന്താണ്? ലോകത്തിൽ അതിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടിയാണ്. എന്തിന്? പരിശുദ്ധ കുർബാനയ്ക്കോ അല്ലെങ്കിൽ കൂദാശയ്ക്കോ സാക്ഷ്യം വഹിക്കുക എന്നല്ല അർത്ഥം. അതെന്താണോ അതിന് സാക്ഷ്യം വഹിക്കുക. ഈ സെലിബ്രേഷൻ എന്തിന്റെ സെലിബ്രേഷനാണ്? അഥവാ എന്തിനെയാണ് നമ്മൾ റീഎനാക്ട് ചെയ്യുന്നത്? അത് മിശിഹായുടെ പരിത്രാണ പ്രവൃത്തികളെയാണ്. അപ്പോൾ ആരാധനാക്രമത്തിൽ പങ്കുചേരുന്ന ഒരാൾ എന്താ ചെയ്യുന്നത്? ഈശോ മിശിഹ സത്യമായും മരിച്ചു, അടക്കപ്പെട്ടു, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഉയർപ്പിക്കപ്പെട്ടു എന്ന സത്യം യുഗാന്ത്യം വരെ പ്രഘോഷിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹായുടെയൊക്കെ ലേഖനങ്ങളിൽ നമ്മൾ അവിടുത്തെ മരണം ബലിയർപ്പിക്കുമ്പോൾ അവിടുത്തെ മരണം യുഗാന്ത്യം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പൗലോസ്ലീഹ പറയുന്നതിന്റെ കാരണം ഇതാണ്. കാരണം ഈ കൂദാശകളുടെ പരികർമ്മം, ഈ ആരാധനാക്രമത്തിന്റെ പരികർമ്മം, പങ്കുചേരൽ, അത് ഡിക്ലറേഷൻ ഓഫ് ഫെയ്ത്ത്, പ്രൊക്ലമേഷൻ ഓഫ് ഫെയ്ത്ത്. അതൊരു മിഷൻ പ്രവൃത്തിയാണ്, സുവിശേഷ പ്രഘോഷണമാണ് സത്യത്തിൽ അത് എന്നാണ് അതിൻ്റെ അകത്തെ കാര്യം. ഇനി തുടർന്ന് നമ്മൾ വായിക്കും പുതിയ നിയമത്തിൽ ആരാധന ലിറ്റർജി കൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവാരാധന മാത്രമല്ല, സുവിശേഷ പ്രഘോഷണവും പരസ്നേഹ പ്രവൃത്തിയും കൂടിയാണ് എന്ന് 1970 നമ്മൾ വായിക്കും. ഈ ലിറ്റർജി എന്ന വാക്കിന് 2 കാര്യങ്ങളെ അത് സംയോജിപ്പിക്കും. വെറുതെ പോയിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അർത്ഥം മാത്രമുള്ളത്. 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഏതാണ്? ഒന്ന് സുവിശേഷ പ്രഘോഷണം ദൈവാരാധനയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഈ ദൈവാരാധനയ്ക്കകത്തെല്ലാം സുവിശേഷ പ്രഘോഷണം അതിനകത്ത് ഡയറക്റ്റ് ആയിട്ടും കൂടെ വരുന്നത്. ഇത് തന്നെ ഒരു സുവിശേഷ പ്രഘോഷണമാണ്. ഇപ്പൊ വിശുദ്ധ കുർബാന അത് തന്നെ ഒരു സുവിശേഷ പ്രഘോഷണമാണ്. ഒപ്പം അതിനകത്ത് കോൺക്രീറ്റ് ആയിട്ടുള്ള സുവിശേഷ പ്രഘോഷണം ഉണ്ട് താനും. എല്ലാ കൂദാശകളുടെ അകത്ത് സുവിശേഷ പ്രഘോഷണം ഒരു പ്രധാന ഘടകമാണ്. നമ്മൾ പിന്നീട് ഒരു സമയത്ത് അതിനെക്കുറിച്ച് പറയും. എത്ര നേരം ഈ വൈദികൻ ഈ സുവിശേഷ പ്രഘോഷണം നടത്തേണ്ടതാണ് ശരി തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച്, അതിന്റെ പ്രാക്ടിക്കൽ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഈ ഡോക്യുമെന്റിനകത്ത് തന്നെ സുവിശേഷ പ്രഘോഷണത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്ന സമയങ്ങളിൽ നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് പറയാം. തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ. ഇനി അതുകൊണ്ട് ഈ ആരാധനയിൽ എന്താ സംഭവിക്കുന്നത്? ലിറ്റർജി ദൈവത്തിനും അയൽക്കാരനും ചെയ്യുന്ന ശുശ്രൂഷയുടെ കാര്യമാണ് എന്ന് തിരിച്ചു പഠിപ്പിക്കും. ദൈവത്തിനും അയൽക്കാരനും ചെയ്യുന്ന ശുശ്രൂഷയാണ് ഇത്. ദൈവത്തോട് മാത്രം ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമല്ല, സഹോദരനും കൂടെ ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ് ദൈവാരാധന. ഇതിന് ഒത്തിരി തലങ്ങളുണ്ട്, ഒത്തിരി അർത്ഥതലങ്ങളുണ്ട്. മിശിഹ എന്താണ് ചെയ്തത്? അവിടുന്ന് ഹി ഡൈഡ് ഫോർ അതേഴ്സ്, മറ്റുള്ളവർക്ക് വേണ്ടി, നമുക്ക് വേണ്ടി തന്നെ ബലിയായി അർപ്പിച്ചു. അത് ആഘോഷിക്കുന്നവർ എന്തായിരിക്കും ചെയ്യുക? തങ്ങളെ തന്നെ മറ്റുള്ളവർക്കായി അർപ്പിക്കലാണ് ചെയ്യുന്നത്. ഏറ്റവും വലിയ ആക്ട് ഓഫ് ചാരിറ്റി, സേവനം, ശുശ്രൂഷ, അത് ദൈവാരാധനയാണ്. പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കുന്നതിനെന്നറിയോ? പള്ളി പ്രാർത്ഥന, പുറത്ത് ചാരിറ്റി, അങ്ങനെയാണ്. അല്ല, ഈ ദൈവാരാധന തന്നെ മിശിഹായുടെ ആരാധനയിൽ പങ്കുചേരലാണ്, മിശിഹായുടെ ബലിയിൽ പങ്കുചേരലാണ്. അവിടുന്ന് നമുക്കെല്ലാവർക്കും വേണ്ടിയുള്ള ഏക ബലിയായി അർപ്പിച്ച ആ ബലിയുടെ പുനരനുഭവമാണ് നമ്മൾ ഓരോ ബലിയിലും സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ
നമ്മളും മറ്റുള്ളവർക്ക് വേണ്ടി ബലിയായി അർപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ ശുശ്രൂഷയും സേവനവും. ഇതിൻ്റെ എക്സ്റ്റൻഷൻസ് മാത്രമാണ് സഭ ചെയ്യുന്ന ചാരിറ്റി ആക്ടിവിറ്റീസ്. അതായത് ഇതിനെ അതിൻ്റെ ഡൗൺ ടു എർത്ത് തലത്തിൽ കാണിച്ചു കൊടുക്കാമെന്ന് മാത്രം. അതുകൊണ്ടാണ് മദർ തെരേസയെ പോലെയുള്ള ആളുകളൊക്കെ എപ്പോഴും തൻ്റെ വലിയ ശുശ്രൂഷകളെ ലോകം പ്രകീർത്തിക്കുമ്പം അത് തുടങ്ങുന്നതിന് മുൻപ് വിശുദ്ധ കുർബാനയിലേക്ക് ഫോക്കസ് ചെയ്യുകയും വിശുദ്ധ കുർബാനയോടും വിശുദ്ധ കുർബാനയുടെ ആരാധനയോടും ചേർന്ന് നിൽക്കുകയും അതിനുശേഷം മാത്രമേ ഇത് അനുവർത്തിക്കുകയുള്ളൂ, മറ്റ് ശുശ്രൂഷകൾ ചെയ്യുകയുള്ളൂ എന്ന് തീർത്തു പറയുകയും ചെയ്തിരുന്നു. എപ്പോഴും എവിടെ നിന്നാണ് ഈ ശക്തിയൊക്കെ മദറിന് കിട്ടുന്നതെന്ന് ചോദിക്കുന്ന സ്ഥലത്തൊക്കെ മദർ പറയാറുണ്ടായിരുന്ന കാര്യം നിങ്ങൾ ഒത്തിരി പേർക്ക് വായിച്ചിട്ടുണ്ടാവും. അത് വിശുദ്ധ കുർബാനയിൽ നിന്നാണ്, വിശുദ്ധ കുർബാനയിൽ നിന്ന് മാത്രമാണ് എന്നാണ്. അല്ലാതെ എനിക്ക് തോന്നി, എനിക്കൊരു പ്രചോദനം ഉണ്ടായി, സേവനം മനുഷ്യന് വേണ്ടിയല്ലേ, മനുഷ്യ സേവയല്ലേ മാധവ സേവ എന്നൊന്നും അല്ല മദർ പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവനും വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമാക്കിയാണ് തന്റെ ശുശ്രൂഷയെ അവതരിപ്പിച്ചത്. അതായത് ലിറ്റോർജിക്കലാണ് എല്ലാ സർവീസും, ലിറ്റോർജിയിൽ നിന്നാണ് എല്ലാ സർവീസും ബിഗിൻ ചെയ്യുള്ളൂ. അങ്ങനെ അല്ലാത്തതൊന്നും ദൈവത്തിൻ്റെതല്ല. അതൊന്നും സഭ ചെയ്യുന്ന ശുശ്രൂഷകളൊന്നും ദൈവത്തിന് പ്രീതികരവുമാകില്ല, ദൈവം അതിനെ അറിയുകയുമില്ല. ഇതിന്റെ തുടർച്ചയായിരിക്കണം, ദൈവാരാധനയുടെ തുടർച്ചയായിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മദർ തെരേസയോട് ഞാൻ വായിച്ചിട്ടുള്ളതനുസരിച്ച് സൗദി അറേബ്യയിൽ കോൺവെന്റ് തുടങ്ങാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു. പിന്നീട് മദർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മദറിന് കൊടുത്ത മറുപടി ഇതാണ്: ഞങ്ങൾക്ക് വരാൻ സമ്മതമാണ്, ഞങ്ങൾ അത് അവിടെ വന്ന് കോൺവെന്റ് തുടങ്ങാൻ സന്തോഷമാണ്, പക്ഷേ ഞങ്ങൾക്ക് എന്നും വിശുദ്ധ കുർബാന വേണം, അത് പരസ്യമായി അർപ്പിക്കാനുള്ള സ്ഥലം വേണം, അതിന് ഞങ്ങൾക്ക് വൈദികരെ അനുവദിക്കണം. ഇത്രയും ഒക്കെയാണെങ്കിൽ ബാക്കി അവിടെ എന്ത് ശുശ്രൂഷം ചെയ്യാൻ തയ്യാറാണ് എന്ന് മദർ പറഞ്ഞു. അവർക്ക് ആവശ്യമുണ്ടായിരുന്നത് ആ നാട്ടിൽ വലിയ സേവനം ചെയ്യുക, അതിന് വലിയ മാതൃക കൊടുക്കുക, അങ്ങനെ ഒരു പുണ്യപ്രവൃത്തി ഇവിടെ നടക്കട്ടെ, ലോകം കാണുന്ന പുണ്യപ്രവൃത്തി നടക്കട്ടെ എന്നാണ്. പക്ഷേ മദർ പറയുകയാണ്, സാധാരണ ആളുകൾ ചെയ്യുന്ന പുണ്യപ്രവൃത്തികളുടെ കാറ്റഗറിക്കകത്ത് കത്തോലിക്ക സഭയുടെ പുണ്യപ്രവൃത്തികളെ പെടുത്തരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ പ്രവൃത്തികളെല്ലാം ലിറ്റർജിയുടെ എക്സ്റ്റൻഷൻസ് ആണ്. ദൈവാരാധനയിൽ നിന്ന് ആരംഭിക്കുന്നത് മാത്രമാണ്. അവ ദൈവാരാധനയുടെ തുടർ രൂപങ്ങൾ മാത്രമാണ്. അങ്ങനെയല്ലാത്ത ഒരു മാനവ സേവ ദൈവം ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്ന് മദർ തെരേസ വളരെ ശക്തമായി സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. മദർ തെരേസ മാത്രമല്ല, ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും. അതുകൊണ്ടാണ് ഈ ആരാധനാക്രമവും ആരാധനാ ജീവിതവും സഭയിൽ എന്തുമാത്രം വളരുന്നോ അതിനാനുപാതികമായിട്ട് മാത്രമേ തിരുസഭയുടെ ബാഹ്യ ശുശ്രൂഷകൾ ഫലമണിയുകയുള്ളൂ. അഥവാ തിരിച്ച് ഈ സഭയുടെ ബാഹ്യ ശുശ്രൂഷകളിൽ ഇങ്ങനെ നിരന്തരം വ്യാപരിക്കുന്ന ആളുകൾ, നമുക്കൊത്തിരി എല്ലാ രൂപതകൾക്കും സോഷ്യൽ സർവീസ് വിങ്ങുകളുണ്ട്, നമ്മൾ ഒത്തിരി സോഷ്യൽ സർവീസ് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിൽ ഏർപ്പെടുന്നവരാണ് ഞങ്ങളും ഒക്കെ എല്ലാവരും. അങ്ങനെ ആയിരിക്കും നമ്മളെല്ലാവരും എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്: അവ അതിൽ തന്നെ അർത്ഥശൂന്യമാണ്. അവ എപ്പോഴും ദൈവാരാധനയിൽ നിന്ന് പുറപ്പെടുന്നതായിരിക്കും. എന്ന് വെച്ചാൽ അവയെ മറച്ചു വെച്ചിട്ട്, അല്ലെ അവയെ മാറ്റി നിർത്തിയിട്ട് മിശിഹായോട് ബന്ധമില്ലാത്ത തരത്തിൽ സോഷ്യൽ സർവീസ് നടത്തി ആളുകളെ പ്രീതിപ്പെടുത്താമെന്ന് നമ്മൾ വിചാരിക്കുന്നതിനകത്ത് ഒരർത്ഥമില്ല. കാരണം അത് മിശിഹായുടെ ഒരു ശുശ്രൂഷയായിട്ടൊന്നും മാറില്ല. അതിനുവേണ്ടി തിരുസഭ മെനക്കെടേണ്ട ആവശ്യമില്ല. അത് ഇഷ്ടംപോലെ NGOs ഉണ്ട്, നോൺ ഗവൺമെന്റ് ഏജൻസീസും ചാരിറ്റബിൾ സൊസൈറ്റികളും ഒക്കെ ആയിട്ടുണ്ട്, അവർ ചെയ്തോളും. അതുപോലെ നമ്മൾ വേണം ചെയ്തോട്ടെ. പക്ഷെ ഇതിനൊരിക്കലും ദൈവത്തിൽ നിന്ന് പ്രതിഫലം ഒന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. കാരണം അത് പ്രതീക്ഷിക്കണമെങ്കിൽ ദൈവാരാധനയുടെ തുടർച്ചയായിരിക്കണം ഈ ഡയക്കനേറ്റ് എന്നതാണ് അതിന്റെ അർത്ഥം. ഈ ശുശ്രൂഷ അതിന്റെ തുടർച്ചയായിരിക്കണം എന്ന് തന്നെയാണ് പരിശുദ്ധ സഭ ആഗ്രഹിക്കുന്നത്. അതിന്റെ കാരണം എന്നറിയാമോ? കാരണം ആരാധന ആഘോഷത്തിൽ തന്റെ കർത്താവായ ഏക ശുശ്രൂഷകന്റെ സാദൃശ്യത്തിൽ സഭ ശുശ്രൂഷകയാണ്. ഏക ശുശ്രൂഷകൻ, ദ ഓൺലി സെർവന്റ് എന്ന് വിളിക്കാവുന്നത് ഈശോ മിശിഹായാണ്. ഏക ശുശ്രൂഷകൻ, ലൈത്തോർഗസ് എന്ന് വിളിക്കും. ആ സാദൃശ്യത്തിൽ പരിശുദ്ധ സഭ ശുശ്രൂഷകയാണ്. അവൾ മിശിഹായുടെ പ്രവാചകപരവും രാജകീയവുമായ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പുതിയൊരു വിഷയമാണ്. എന്താണ് ആ വിഷയം എന്നറിയാം? അത് ഭയങ്കര വലിയൊരു വിഷയമാണ്. ദൈവാരാധന അത് പൗരോഹിത്യത്തിന്റെ പ്രവൃത്തിയായിരിക്കുന്നത് എങ്ങനെയാണെന്ന് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും. പൗരോഹിത്യത്തിന്റെ പ്രവൃത്തി, ദൈവാരാധന എന്തുകൊണ്ടാണ് പൗരോഹിത്യത്തിന്റെ പ്രവൃത്തിയായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് പൗരോഹിത്യവും ആരാധനയായിട്ട് ഇതുപോലെ ബന്ധപ്പെട്ടിരിക്കുന്നത്? പൗരോഹിത്യത്തിന് മാത്രമേ ആരാധന നടത്താൻ പറ്റുള്ളൂ? ഇനി ജനത്തിന് എങ്ങനെ ആരാധിക്കാൻ പറ്റില്ല? എന്താ ഒരു സ്ഥലത്തും അങ്ങനെ ഇല്ലാത്ത? പുരോഹിതര് ആരാധന നടത്തുന്നു, ജനം അതിനകത്ത് പങ്കുചേരുന്നു. കത്തോലിക്ക സഭയിലാണെങ്കിൽ ഈ ജനവും രാജകീയ പുരോഹിതഗണമാണ് എന്ന് പറയുന്നു. എന്താണ് ഈ പൗരോഹിത്യത്തിന് ആരാധനയുമായുള്ള ബന്ധം?
നമ്മൾ വെറുതെ സിമ്പിൾ വാക്കുകൾ പറയുന്ന പൗരോഹിത്യം ആരാധന എന്ന് പറയുന്ന കാര്യമല്ല. മിശിഹായുടെ പൗരോഹിത്യം എന്താണ്, ആ പൗരോഹിത്യത്തിന്റെ ധർമ്മങ്ങൾ എന്താണ്, 3 ധർമ്മങ്ങൾ, ആ ധർമ്മങ്ങൾ എങ്ങനെയാണ് ദൈവാരാധനയിൽ സംയോജിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് ഈ 3 ദൗത്യങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ സഭ ആരാധന നടത്തുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. ഇതൊന്ന് അവസാനിപ്പിക്കുന്നതിന് മുൻപ് കഴിഞ്ഞ വർഷം തുടങ്ങി വെച്ച ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് എനിക്ക് പൂർത്തീകരിക്കേണ്ടത്. നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ 4ാമത്തെ പാരഗ്രാഫാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത്. എന്തായിരുന്നു അത്? ഈ അതിപരിശുദ്ധ സൂനോദോസ് പാരമ്പര്യം വിശ്വസ്താപൂർവം അനുസരിച്ചുകൊണ്ട് നിയമപരമായി അംഗീകൃതമായ എല്ലാ റീത്തുകളുടെയും തുല്യമായ അവകാശവും റീത്തുകളെയും തുല്യമായ അവകാശവും ബഹുമാനവും ഉള്ളവയായി പരിശുദ്ധ സഭാമാതാവ് പരിഗണിക്കുന്നെന്നും ഭാവിയിൽ ഇവയെ സംരക്ഷിക്കാനും സർവ്വതാ പരിപോഷിപ്പിക്കാനും ആഗ്രഹിക്കുന്നെന്നും ആവശ്യമുള്ളിടത്ത് ശരിയായ പാരമ്പര്യത്തിന്റെ ചൈതന്യത്തിനനുസരിച്ച് സശ്രദ്ധം സമഗ്ര പുനഃപരിശോധന ചെയ്യാനും ആധുനിക സാഹചര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും അനുസരിച്ച് പുതുശക്തി പകരാനും, അതായത് ബാലൻസ് ഓഫ് ട്രഡീഷൻ ആൻഡ് പ്രോഗ്രസ്, ബാലൻസ് ഓഫ് ട്രഡീഷൻ ആൻഡ് പ്രോഗ്രസ് അങ്ങനെ അഭിലഷിക്കുന്നു എന്നും പ്രഖ്യാപിക്കുന്നു എന്ന ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത്. ആ കൂട്ടത്തിൽ ഞാൻ ചില നമ്മൾ എത്ര ആരാധനാ കുടുംബങ്ങളുണ്ട് എന്നൊക്കെ പറയാം എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമായിരിക്കും. ഈ ആരാധനാ കുടുംബങ്ങളെ കുറിച്ചുള്ള അറിവ് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. ഈ ദൈവാരാധന നടത്തുന്നു, അത് റീത്തുകൾ എന്തിന് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹ്രസ്വമായിട്ട് പറഞ്ഞിരുന്നത് നിങ്ങൾ ഓർക്കണം. എന്തുകൊണ്ടാണ് ഈ റീത്തുകൾ ഉണ്ടായിരിക്കുന്നത്? കഴിഞ്ഞ ക്ലാസ് നമ്മൾ അവസാനിപ്പിച്ചത് പരിശുദ്ധ പിതാവ് ലിയോ 14 മാപ്പ നമ്മളോട് പൗരസ്ത്യ സഭകളുടെ മഹത്വത്തെക്കുറിച്ചൊക്കെ പറഞ്ഞതിനെ കുറിച്ചൊക്കെ കേട്ടുകൊണ്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത്. എന്തുകൊണ്ടാണ് ഈ റീത്തുകൾക്ക് തനതായ ഐഡന്റിറ്റി ഉണ്ടായിരിക്കുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു. ഒരു 6 ആരാധനാക്രമ കുടുംബങ്ങളാണുള്ളത്. ഈ കുടുംബങ്ങളിലൂടെയാണ് തിരുസഭ തന്റെ പൊതുവായ ആരാധന നിർവഹിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ കുടുംബങ്ങളില്ലാതെ സഭയാവുകയില്ല. ഉദാഹരണത്തിന് നിങ്ങളൊരു ഇടവകയുടെ അംഗമാകുന്നു. എങ്ങനെയാണ് ഇടവകയുടെ അംഗമാകുന്നത്? നിങ്ങൾ ആ ഇടവകയിൽ ഒരു കുടുംബത്തിലെ അംഗമായതുകൊണ്ടാണ്. നിങ്ങൾ ആ ഇടവകയിൽ ഒരു വീട്ടിലെയും അംഗമല്ല എന്ന് കരുതുക, നിങ്ങൾ ഒരിക്കലും ഇടവകയുടെ അംഗമാവുകയില്ല. നിങ്ങൾക്ക് ഒരിക്കലും അവിടെ ആകാൻ പറ്റില്ല. ആ ഇടവകയിലെ ഒരു വീടിന്റെ ഒരു കുടുംബത്തിന്റെ അംഗമായതുകൊണ്ടാണ് ആ ഇടവകയുടെ അംഗമായിരിക്കുന്നത്. എന്നതുപോലെ പരിശുദ്ധ സഭയുടെ അംഗമായിരിക്കാൻ കാരണം ആ സഭയിലെ ഏതെങ്കിലും ഒരു വ്യക്തി സഭയുടെ ഒരു കുടുംബത്തിന്റെ അംഗമായിരിക്കുന്നത് കൊണ്ടാണ്. അത് മറ്റൊരു കുടുംബത്തിൽ അംഗമാകാത്തതിനേക്കാൾ കുറഞ്ഞൊരു കാര്യമൊന്നുമല്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കുടുംബത്തിൽ അംഗമാണ്, അതുകൊണ്ട് അതിനകത്തല്ലല്ലോ എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എല്ലാ കുടുംബത്തിനകത്തും പോയി അംഗമാകാൻ പറ്റത്തുമില്ലല്ലോ. പക്ഷെ ഈ കുടുംബത്തിനകത്ത് ഞാൻ അംഗമാണെങ്കിൽ ഞാൻ ആ വലിയ കുടുംബത്തിന്റെ അംഗമാണ്. കാരണം കൂട്ടായ്മകളുടെ കൂട്ടായ്മയാണ് തിരുസഭ. തിരുസഭയിൽ ഒരു വ്യക്തി അംഗമായിരിക്കുന്നത്, കത്തോലിക്ക സഭയിൽ ഒരു വ്യക്തി അംഗമായിരിക്കുന്നത് എങ്ങനെയാണ്? അത് മറ്റാരെങ്കിലും ഒക്കെ ചെയ്യുന്നത് കണ്ട് അതെല്ലാം അനുകരിക്കുന്നതിനകത്തല്ല. ഞാൻ എന്തായിരിക്കുന്നോ, ഞാൻ ഏത് കുടുംബത്തിലായിരിക്കുന്നോ ആ കുടുംബത്തിനകത്ത് ഞാൻ ആയിരുന്നു കൊണ്ടാണ് ഞാൻ ആ വലിയ കുടുംബത്തിന്റെ ഭാഗമായിരിക്കുന്നത്. പലപ്പോഴും നമുക്ക് എന്താ തോന്നുന്നതെന്നറിയോ? ഞാൻ ആ കുടുംബത്തിന്റെയും കൂടെ ഉണ്ടെങ്കിലല്ല ഞാൻ അതിനകത്താവും. അങ്ങനെയൊന്നുമില്ല. ഞാൻ എൻ്റെ കുടുംബത്തിനകത്തായിരുന്നാൽ മാത്രം മതി ഞാൻ ആ വലിയ കുടുംബത്തിനകത്തായിരിക്കും. അതല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ലതാനും. അതുകൊണ്ട് സ്വന്തം റീത്തിനെ മാനിക്കണം, ബഹുമാനിക്കണം, അറിയണം, ആദരിക്കണം, വിലമതിക്കണം, അതിൽ ഉൾച്ചേരണം, അതിനകത്തുള്ള എല്ലാ പ്രവൃത്തികൾക്കകത്തും പങ്കുചേരണം. അത് ചെയ്യുന്നത് വഴിയാണ് ഈ കാത്തലിക് ചർച്ചിന്റെ ഭാഗമാകുന്നത്. ഇത് ഡിനൈ ചെയ്ത കാത്തലിക് ചർച്ചിന്റെ ഭാഗമാവില്ല. ചില ആളുകളൊക്കെ ചിലപ്പോഴൊക്കെ ഉണ്ടല്ലോ, എന്റേതല്ലാത്ത മറ്റൊരു റീത്ത്, ഉദാഹരണത്തിന് ഒരു 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 നോൺ ഒരു ലത്തീൻ റീത്ത് അല്ലാത്ത മറ്റൊരു പൗരസ്ത്യ സഭയിലൊരു അംഗം, ആ മാർപ്പാപ്പയാണല്ലോ ഇതിന്റെയൊക്കെ തലവൻ, മാർപ്പാപ്പയുടേതുപോലത്തെ കുർബാനയാണ് എനിക്ക് താല്പര്യം, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ കത്തോലിക്ക സഭ, ഇതൊക്കെ കത്തോലിക്ക സഭയിൽ എല്ലാം ഒരുപോലെയല്ലേ, എല്ലാം ഒരു മാർപ്പാപ്പയുടെ കീഴിലല്ലേ. ഇതിപ്പോൾ ഒരു മേജർ ബിഷപ്പ്, അതിനേക്കാളും വലുതല്ലേ അവിടെ മാർപ്പാപ്പയുള്ളത്. അപ്പൊ മാർപ്പാപ്പയുടെ കുർബാന പോയിക്കൂടാ എന്ന് കരുതുന്നതല്ല തിരുസഭയിൽ അംഗമാകലും ആരാധനയോടുള്ള ബഹുമാനവും സ്നേഹവും അതിന്റെ റിയാലിറ്റി. പകരം എന്താണ്? നീ ഏത് കുടുംബത്തിലെ അംഗമാണോ ആ കുടുംബത്തിൽ നീ ആണെങ്കിൽ നിനക്ക് ആ ഇടവകയുടെ കൂട്ടായ്മയ്ക്കകത്ത് കൂട്ടായ്മയുണ്ട്. നീ ഒരു വ്യക്തിസഭയ്ക്കകത്ത് പൂർണ്ണമായിട്ടും ഇൻവോൾവ് ആണെങ്കിൽ അതിനാൽ തന്നെ നിനക്ക് ആഗോള കത്തോലിക്ക സഭയുടെ കമ്മ്യൂണിനകത്താണ്. ആ കമ്മ്യൂണിന്റെ തലവനായിരിക്കുന്ന മാർപ്പാപ്പയുടെ ഐക്യത്തിലാണ്. അങ്ങനെ അല്ലാതെ മാർപ്പാപ്പയുടെ ഐക്യത്തിലായിരിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഒരു ഇടവകയുടെ വികാരിയച്ഛനോട് ഈ ഇടവകയ്ക്ക് പുറത്തുള്ള ഒരു കുടുംബത്തിലെ ഒരാൾക്ക് എൻ്റെ വികാരിയച്ഛനാണ് എന്ന് പറയാൻ പറ്റത്തില്ലാത്തതുപോലെ നിനക്ക് മാർപ്പാപ്പ, ഏതൊരു പൗരസ്ത്യ സഭകളുടെ കാര്യം പറയുന്നത്, ഒരു പൗരസ്ത്യ സഭയിലെ അംഗത്തോട് നിനക്ക് മാർപ്പാപ്പയുടെ ഐക്യത്തിലായിരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അതിനുള്ള ഏക മാർഗം നീ ഏത് റീത്തിലാണോ അവിടെ നീ ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. അതിനോട് വിശ്വസ്തരായിരിക്കുക, അതിൽ നീ പൂർണ്ണമായിട്ട് ഉൾച്ചേരുക. അതുവഴി നീ അതിന്റെ തലവനോട് ബന്ധപ്പെട്ടിരിക്കും. കാരണം നീ പേഴ്സണലായിട്ടല്ല ബന്ധപ്പെടുന്നത്, ആ റീത്ത് വഴിയാണ് ബന്ധപ്പെടുന്നത്. അങ്ങനെ ഈ കമ്മ്യൂണിയൻ എന്ന് പറയുന്നത് പരിശുദ്ധ റൂഹ സ്ഥാപിച്ചാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു.
ഈശോമിശിഹ തന്നെയാണ് സ്ലീഹന്മാരെയും അവരുടെ ശുശ്രൂഷകരെയൊക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയച്ച് അവിടുത്തെ കൾച്ചറുകളിൽ ഈ ഒരേ വിശ്വാസവും ധാർമ്മികതയും നട്ടുവളർത്തി പരിശുദ്ധ സഭയെ സ്ഥാപിച്ചത് ഒരേ കർത്താവാണ്, ഒരേ റൂഹ വഴിയാണ്. അതുകൊണ്ട് ഓരോ വ്യക്തിസഭയും ആദരിക്കുന്നയാൾ മിശിഹായുടെ ആ പ്രവൃത്തിയെ തന്നെയാണ് ആദരിക്കുന്നത്. കാരണം ഈശോ മിശിഹായാണല്ലോ അവയൊക്കെ സ്ഥാപിച്ചത്, റൂഹായാണല്ലോ അതിനെയൊക്കെ അടിസ്ഥാനമിട്ട് നട്ടു വളർത്തിയത്, ഇത്രയും നൂറ്റാണ്ടുകളിലൂടെ സംരക്ഷിച്ചത്. അപ്പോൾ ഇത്രയും നൂറ്റാണ്ടുകളിലൂടെ പരിശുദ്ധ റൂഹ അത് സംരക്ഷിക്കുകയും നിന്നെ അതിൽ ജനിപ്പിക്കുകയും ചെയ്തെങ്കിൽ, നിന്നെ അതിനകത്ത് വളർത്തുകയും ചെയ്യുന്നെങ്കിൽ, നീ അതിനെ മാനിച്ചാലേ നീ ആ റൂഹായോട് ബന്ധമുള്ളയാളായിട്ട് മാറുള്ളൂ എന്ന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് ഞാൻ പറഞ്ഞു വന്നതിനായിരുന്നു. 6 ആരാധനാക്രമ കുടുംബങ്ങളാണ് പരിശുദ്ധ സഭയിലുള്ളത്. 6 ആരാധന ക്രമ കുടുംബങ്ങളാണ് പരിശുദ്ധ സഭയിലുള്ളത്. ഇനി ഈ ഓരോ കുടുംബത്തിനകത്തും പല റീത്തുകളുണ്ട്. നമുക്കറിയാം 24 വ്യക്തിസഭകളാണുള്ളത്. പല ആരാധനാക്രമ ഗ്രൂപ്പുകൾ എന്ന് പറയാവുന്നവ ഈ 6 എണ്ണത്തിനകത്താണ് വരുന്നത്. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് പറഞ്ഞു പോകാം. ഏതൊക്കെയാണ് ഈ 6 എണ്ണം? നോട്ട് ചെയ്യുന്നവർക്ക് നോട്ട് ചെയ്യാൻ കൂടെ ചെയ്യാവുന്ന പോലെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാം. ഒന്ന്, അലക്സാൻഡ്രിയൻ റൈറ്റ്. അതിന് ക്രമമൊന്നുമില്ല. ക്രമമില്ലാത്തതിന് കാരണം എന്താ? ഒരു റീത്തും ഒന്നിന് മുകളിലല്ല, ഒന്ന് താഴെയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ക്രമം എന്ന് പറയാൻ പറ്റില്ല. വട്ടം വരച്ചിട്ടൊക്കെയാണ് എഴുതുക എങ്ങനെയെങ്കിലും. അപ്പൊ എവിടെയും പറഞ്ഞു തുടങ്ങുള്ളൂ, അതുകൊണ്ട് ഒരു സ്ഥലത്ത് പറഞ്ഞു തുടങ്ങണേ. ഒന്ന് അലക്സാൻഡ്രിയൻ റൈറ്റ് ആണ്. രണ്ടാമത്തേത് അർമേനിയൻ ആണ്. മൂന്നാമത്തേത് ബൈസന്റൈൻ ആണ്. നാലാമത്തേത് ഈസ്റ്റ് സിറിയക് ആണ്. അഞ്ചാമത്തേത് വെസ്റ്റ് സിറിയക് ആണ്. ആറാമത്തേത് റോമാണ്, ലാറ്റിൻ റൈറ്റ് ആണ്. ഇത് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. അലക്സാൻഡ്രിയനും അർമേനിയനും ബൈസന്റൈനും ഓർത്തിരുന്നാൽ മതി. അലക്സാൻഡ്രിയൻ, അർമേനിയൻ, ബൈസന്റൈൻ, AAB എന്ന് ഓർത്ത് വെച്ചു. അലക്സാൻഡ്രിയൻ, അർമേനിയൻ, ബൈസന്റൈൻ. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഭാരതമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് സിറിയക്, ഈസ്റ്റ് സിറിയക്, വെസ്റ്റ് സിറിയക്. നമുക്ക് സുപരിചിതമായ രണ്ടും സിറിയക് പശ്ചാത്തലമുള്ളതാണ്. മൂന്നാമത്തേത് നമുക്ക് അവസാനത്തെ നമുക്ക് വളരെ കൃത്യമായിട്ട് വളരെ പരിചയമുള്ളതാണ്, ലാറ്റിൻ റൈറ്റ് ആണ്. ഈ 6 എണ്ണമാണ്. ഇനി ഓരോ റീത്തിനകത്തും ഏതൊക്കെ വരുന്നുണ്ട്, ഏതൊക്കെ സഭകൾ വരുന്നുണ്ട് എന്ന് പെട്ടെന്നൊന്നും പറഞ്ഞു പോകാം. 24 സഭകളും ഏത് ആരാധനാ കുടുംബങ്ങൾക്കകത്താണ് വരുന്നത് എന്ന് അറിയണം. ഒന്നാമത്തേത് അലക്സാൻഡ്രിയൻ റൈറ്റ്. അലക്സാൻഡ്രിയൻ റൈറ്റിനകത്ത് 3 വ്യക്തിസഭകളാണുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന്, കോപ്റ്റിക് കാത്തലിക് ചർച്ച്. 2, എത്തിയോപ്യൻ കാത്തലിക് ചർച്ച്. 3, എറിത്രിയൻ കാത്തലിക് ചർച്ച്. ഈ 3 എണ്ണമാണ് കോപ്റ്റിക്, എത്തിയോപ്യൻ, എറിട്രിയൻ. കോപ്റ്റിക്, എത്തിയോപ്യൻ, എറിട്രിയൻ. ഞാൻ വേണമെങ്കിൽ നമ്മുടെ ഇതിന്റെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഇത് ഒന്ന് കോമൺ ആയിട്ട് ഇടാനായിട്ട് ഈ ലിസ്റ്റും കൂടി ഇടാൻ ഞാൻ കൊടുക്കാം. അടുത്തത് അർമേനിയൻ റൈറ്റ് ആണ്. അർമേനിയൻ റൈറ്റിനകത്ത് ഒരൊറ്റ എണ്ണമേ ഉള്ളൂ, അർമേനിയൻ കാത്തലിക് ചർച്ചാണ്. അർമേനിയൻ കാത്തലിക് ചർച്ച് മാത്രമേ ഉള്ളൂ. ഏറ്റവും കൂടുതലുള്ളത് ബൈസന്റൈൻ റൈറ്റിനകത്താണ്. 14 എണ്ണം ഉണ്ട്. 14 വ്യക്തിസഭകൾ ബൈസന്റൈൻ ആരാധനാക്രമ പാരമ്പര്യം പിന്തുടരുന്നവരാണ്. പെട്ടെന്ന് വായിച്ചു പോവാം. അൽബേനിയൻ, ബെലാറൂഷ്യൻ, ബൾഗേറിയൻ, ഗ്രീക്ക് കാത്തലിക് ചർച്ച്, ക്രൊയേഷ്യ ആൻഡ് സെർബിയ പ്രദേശത്തുള്ള ഗ്രീക്ക് ബൈസന്റൈൻ കാത്തലിക് ചർച്ച്, ഹംഗേറിയൻ ഗ്രീക്ക് കാത്തലിക് ചർച്ച്, ഇത്തളോ അൽബേനിയൻ കാത്തലിക് ചർച്ച്, മെക്കഡോണിയൻ ഗ്രീക്ക് കാത്തലിക് ചർച്ച്, മെൽക്കൈറ്റ് ഗ്രീക്ക് കാത്തലിക് ചർച്ച്, റൊമേനിയൻ ഗ്രീക്ക് കാത്തലിക് ചർച്ച്, റഷ്യൻ ഗ്രീക്ക് കാത്തലിക് ചർച്ച്, റുത്തേനിയൻ ഗ്രീക്ക് കാത്തലിക് ചർച്ച്, സ്ലോവാക്ക് ഗ്രീക്ക് കാത്തലിക് ചർച്ച്, ഉക്രൈനിയൻ കാത്തലിക് ചർച്ച്. ഇത്ര എണ്ണം ബൈസന്റൈനിയൻ റൈറ്റിനകത്ത് വരുന്നതാണ്. ഇനി ഈസ്റ്റ് സിറിയൻ റൈറ്റ് അതിനകത്ത് 2 എണ്ണമാണ് വരുന്നത്. ഒന്ന്, കാൽഡിയൻ കാത്തലിക് ചർച്ച്. രണ്ടാമത്തേത് സീറോ മലബാർ കാത്തലിക് ചർച്ച്. കാൽഡിയൻ കാത്തലിക് ചർച്ചും സീറോ മലബാർ കാത്തലിക് ചർച്ചും ഈസ്റ്റ് സിറിയൻ ആരാധനാ കുടുംബത്തിനകത്തുള്ളതാണ്. അതുകൊണ്ട് സീറോ മലബാർ കാത്തലിക് ചർച്ചിനും കൽദായ കത്തോലിക്ക സഭയ്ക്കും ഒറ്റ ആരാധനാക്രമ പാരമ്പര്യമാണുള്ളത്. ഒരേ ഒരു ആരാധനാക്രമ പാരമ്പര്യമാണ്. അതുകൊണ്ട് തന്നെ സീറോ മലബാർ ചർച്ചിന്റെ ആരാധനാക്രമ പാരമ്പര്യം, കാൽദിയൻ കാത്തലിക് ചർച്ചിന്റെ ആരാധനാക്രമ പാരമ്പര്യം ഈസ്റ്റ് സിറിയൻ പാരമ്പര്യമാണ്. ഇത് ഒന്നാണ്. അത് മാറ്റിക്കളഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു ചർച്ചിന്റെ ആവശ്യമില്ല. അങ്ങനെ ഒരു ചർച്ചില്ല. ഈ പാരമ്പര്യം എടുത്തു കളഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു ചർച്ചിന്റെ ആവശ്യമില്ല. മറ്റേതെങ്കിലും ചർച്ചിന്റെ ഭാഗമാവട്ടെ എന്ന് വിചാരിക്കേണ്ട കാര്യമേ ഉള്ളൂ. അതിനുവേണ്ടി ഈ കണ്ട സംവിധാനങ്ങളെല്ലാം കാത്തുസൂക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതാണ് അതിന്റെ യുണീക്ക്നെസ്, വ്യതിരക്തത. അടുത്തത് വെസ്റ്റ് സിറിയക് റൈറ്റ് ആണ്. വെസ്റ്റ് സിറിയക് റൈറ്റ് അതിനകത്ത് 3 എണ്ണമാണുള്ളത്. ഒന്ന്, സിറിയക് മാറനൈറ്റ് ചർച്ച് ഓഫ് അന്തിയോക്ക്. രണ്ടാമത്തേത് സിറിയക് കാത്തലിക് ചർച്ച്. മൂന്നാമത്തേത് സീറോ മലങ്കര കാത്തലിക് ചർച്ച്. ഈ 3 സഭകളാണ് ഈ വെസ്റ്റ് സിറിയക് റൈറ്റിനകത്തുള്ളത്. ഇനി അവസാനത്തേത് 6ാമത്തേതാണ്. അത് ലാറ്റിൻ റൈറ്റ് ആണ്. അതിനകത്ത് റോമൻ ചർച്ചാണുള്ളത്, റോമൻ കാത്തലിക് ചർച്ചാണുള്ളത്. ഇതാണ് ഇതിന്റെ ഒരു ക്രമം. ഇങ്ങനെ 6 ആരാധനാക്രമ
കുടുംബങ്ങൾക്കകത്താണ് ഈ കണ്ട 24 വ്യക്തിസഭകളും വരുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും കത്തോലിക്ക സഭയുടെ ഏക ആരാധനയിൽ പങ്കുചേരുന്നത് എങ്ങനെയാണ്? ആദ്യം ഒരു വ്യക്തിസഭയിലായിരുന്നുകൊണ്ട് ആ വ്യക്തിസഭ ഒരു ആരാധനാക്രമ കുടുംബത്തിനകത്തായിരുന്നുകൊണ്ട് ആ കുടുംബം ആഗോള കത്തോലിക്ക കുടുംബത്തിലായിരുന്നു കൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് പങ്കുചേരുന്നത്. ഇതൊരു കണ്ടിന്യൂറ്റിയുമാണ്, കമ്മ്യൂണിയനുമാണ്. ശ്രദ്ധിച്ചേക്കണം രണ്ട് വാക്കുകൾ. അതൊരു കണ്ടിന്യൂറ്റിയുമാണ്, കമ്മ്യൂണിയനുമാണ്. കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇവിടുന്ന് ഒരു തുടർച്ചയാണ്. രണ്ട് കമ്മ്യൂണിയനാണ്, കൂട്ടായ്മയുമാണ്. ഈ കൂട്ടായ്മയാണ് സഭയുടെ അന്തസത്ത. കൂട്ടായ്മ ഇല്ലെങ്കിൽ സഭ ഇല്ലാതായിത്തീരും. അപ്പൊ അതുകൊണ്ട് ഈ ആരാധനാക്രമം എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല എന്ന് കൂടെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. എനിക്കൊരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു, അടുത്ത ക്ലാസ്സിൽ പറയാനായിട്ട് ഞാൻ നോട്ട് ചെയ്ത് വയ്ക്കാം. നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. ആയിരിക്കട്ടെ. എന്റെ സംശയം വിശ്വാസ പ്രമാണമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു അച്ചോ. ഈ നിഖ്യ വിശ്വാസ പ്രമാണത്തില് അതിൽ പറയുന്നുണ്ട്, യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും. അപ്പൊ നേരത്തെ അച്ഛൻ്റെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ഇപ്പോഴത്തെ മാനുഷികമായ പിതാവ് പുത്രൻ ബന്ധം എന്ന് വിചാരിക്കരുതെന്ന് പറഞ്ഞാലും ഈ വേർഡിങ് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം, അപ്പൊ ഇതിന് കുറച്ച് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ പുത്രനില്ലാതെ പിതാവിന് തന്നെ ഒരു അസ്തിത്വം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പിതാവിന്റെ അത്രയും തന്നെ അനാദിയാണെങ്കിൽ പോലും ആ വാക്ക് അത് കേട്ട് കഴിഞ്ഞാൽ പിതാവിന്റെ അത്രയും പ്രായം എന്ന് പറയാൻ പറ്റില്ലേലും അതിന് ശേഷമാണ് പുത്രൻ ജനിച്ചത് എന്നുള്ള ഒരു ഇത് തോന്നൂല്ലേ? അതൊരു സംശയമാണ്. അങ്ങനെ സംശയം ഉണ്ടാകാതിരിക്കാനാണ് അനാദി മുതലേ എന്ന വാക്ക് കൂട്ടിച്ചേർക്കുന്നത്. അനാദി മുതലേ സൃഷ്ടിക്കപ്പെടാത്തവനും എന്നും കൂടെ കൂട്ടിച്ചേർക്കും ഈശോയെക്കുറിച്ച്. ഈശോ മിശിഹ പിതാവിൽ നിന്ന് ജനിച്ചവൻ എന്ന വാക്ക് നമ്മൾ സാധാരണ ബയോളജിക്കലായിട്ടുള്ള ജനറേഷനെ സൂചിപ്പിക്കുന്നതല്ല. എന്ന് വെച്ചാൽ ഈ ഒരു അപ്പൻ ഇല്ലായ്മയിൽ നിന്ന് തൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു പുത്രനെ ജനിപ്പിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. കോ എറ്റേണൽ വിത്ത് ഫാദർ എന്നും കൂടി അതിനകത്ത് കൂട്ടിച്ചേർക്കും. നിഖ്യ വിശ്വാസ പ്രമാണത്തിനകത്തുള്ളതാണ് കോ എറ്റേണൽ വിത്ത് ഫാദർ എന്ന് വെച്ചാൽ പിതാവ് എപ്പോൾ മുതലുണ്ടോ അപ്പോൾ മുതൽ തന്നെ പുത്രനുമുണ്ട്. കാരണം ഇവര് 3 പേരും തുല്യരായ ദൈവിക വ്യക്തികളാണ്. ഒരാളെക്കാൾ ക്രോണോളജിക്കലായിട്ട് താഴെയല്ല, സ്ഥാനത്തിലും താഴെയല്ല. അപ്പൊ അതുകൊണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ദൈവം അതിൽ തന്നെ കൂട്ടായ്മയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആകുമ്പോഴേ ദൈവം ആകുന്നുള്ളൂ. അതുകൊണ്ട് പുത്രനോ പരിശുദ്ധാത്മാവോ ഇല്ലാതിരിക്കെ പിതാവിന് ദൈവമായിരിക്കാൻ പോലും കഴിയില്ല എന്നാണ് അതിൻ്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് എപ്പോഴും ദൈവമാണ്, നിത്യതയിൽ എറ്റേണിറ്റിയിൽ ദൈവമാണ്. അതുകൊണ്ട് തന്നെ ഈശോ മിശിഹ ദൈവമാണെങ്കിൽ അവിടത്തേക്ക് എറ്റേണിറ്റിയിൽ ആകാതിരിക്കാൻ പറ്റില്ല. ഇടക്കാലത്ത് ദൈവികത ആർജിച്ച ഒരാളാവാൻ പറ്റില്ല. ഈശോ പിതാവിനോട് തുല്യനാണ്, പിതാവിനോടൊത്ത് നിത്യതയിൽ എറ്റേണിറ്റിയിൽ ഉള്ളവനാണ്, പിതാവിനോട് സമനാണ്, സത്തയിൽ സമനുമാണ്. അതുകൊണ്ട് ഒരിക്കലും പിതാവിന് ശേഷം ഉണ്ടായ ഒരാളല്ല ഈശോ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ത്രിത്വത്തിനകത്ത് ഉണ്ടായിരുന്നുമില്ല എന്നതാണ് ഇതിന്റെ ആദ്യത്തെ കാര്യം. ഇനി ഏതർത്ഥത്തിലാണ് ഈ തുടർച്ച എന്ന് പറയുന്നത്? അതൊരു ഡിവൈൻ റിലേഷൻഷിപ്പിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു വാക്ക് മാത്രമാണ്. അതായത് പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം ഒരു തുടർച്ചയുടേതാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ്. അപ്പം നമുക്കത് എങ്ങനെ മനസ്സിലാക്കാന്ന് ചോദിച്ചാൽ, ഞാൻ ചിലപ്പോൾ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ അത് അത്ര പ്രോപ്പർ ആവില്ലായിരിക്കും. എന്നാലും ഞാൻ പറയാം. ഒരു കൊച്ചുണ്ടായി, അപ്പന് ഒരു കൊച്ചുണ്ടായി. എപ്പോഴാണ് ഉണ്ടായെന്ന് ചോദിച്ചാൽ ഒരു ദിവസം ഉണ്ടായെന്ന് പറഞ്ഞേക്കാൾ ഈ കുഞ്ഞ് അപ്പനിൽ തന്നെ ഉള്ളതാണ്, അപ്പനിൽ നിന്ന് തുടർന്ന് ദൃശ്യമാകുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാലോ. അപ്പന്റെ ശരീരത്തിന്റെ ഭാഗത്തിൽ നിന്ന് അല്ലെങ്കിൽ അപ്പന്റെ ശരീരത്തിൽ നിന്ന് കുഞ്ഞ് തുടരുന്നു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഞാൻ പറഞ്ഞില്ല, ഉദാഹരണത്തിൽ ഇത്തിരി പ്രശ്നമുണ്ട്. അപ്പൊ എന്നതുപോലെ പിതാവിന്റെ സത്തയിൽ തന്നെ എന്നും തുടർന്നുകൊണ്ടിരിക്കുന്നവനാണ് പുത്രൻ എന്നതാണ് അതിന്റെ അടിസ്ഥാനം. അപ്പൊ അതുകൊണ്ട് ഇതൊരു തെറ്റിദ്ധാരണയ്ക്ക് ഇടവരുത്തേണ്ട കാര്യം വരാതിരിക്കാൻ വേണ്ടിയാണ് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന എന്നാൽ നിത്യനായ ഈശോ മിശിഹായെ കുറിച്ച് വിശ്വാസ പ്രമാണത്തിലേറ്റ് പറയുന്നത്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അത് ഞാൻ കേട്ടേക്കണത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ കേട്ടേക്കണത്. 15 മിനിറ്റ് കൊണ്ട് വൈദികര് വിശുദ്ധ കുർബാന അർപ്പിച്ചു. അപ്പൊ മാർപ്പാപ്പ അവരെ ഒഴിവാക്കി. പക്ഷെ നമ്മുടെ വിശുദ്ധ കുർബാന എത്ര മിനിറ്റ് കൊണ്ട് അർപ്പിക്കാൻ സാധിക്കുന്നതാണ്? അതിനങ്ങനെ സഭ ഒരു നിയമം നൽകിയിട്ടില്ല. എന്ന് വെച്ചാൽ ഇത്ര മിനിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു നിയമം നൽകിയിട്ടില്ല. ഇനി നമ്മുടെ എന്ന് പറയുമ്പം സിറ മലബാറിന്റെയും ലത്തീന്റെയും മലങ്കരയുടെയും അംഗങ്ങൾ നമ്മൾ കൂടുതലുണ്ട് താനും. അപ്പൊ അതുകൊണ്ട് നമുക്ക് കോമൺ ആയിട്ടാണ് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. നമുക്ക് പെട്ടെന്ന് പറയാവുന്ന കാര്യം, അതിനങ്ങനെ ഒരു സമയമില്ല. പക്ഷേ
ധൃതി പിടിക്കുന്നത് പോലെ ആകാൻ പാടില്ല. അല്ലെങ്കിൽ എന്താ പറയാ, അങ്ങനെ അതിൻ്റെ ഒരു സ്വാഭാവികതയ്ക്ക് വിരുദ്ധമാകരുത് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് മാത്രമേ നമുക്ക് വെക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം എന്താ പറയാ 10 മിനിറ്റ് കൊണ്ട് ഓടിപ്പിടച്ച് പടപടപടപടയെന്നൊക്കെ ചൊല്ലിയിട്ട് അങ്ങനെ ഓടിപ്പോകുന്നത് ഉചിതമല്ല. രണ്ടാമത് എന്താ പറയാ, ഒരു 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 പ്രാക്ടിക്കൽ അജപാലന സാഹചര്യത്തിൽ ഒരു വിശുദ്ധ കുർബാന ഒരു 5-6 മണിക്കൂർ ഇടവകയിൽ ഒരു സാധാരണ ദിവസം ചെല്ലുന്നു, ഒരച്ഛനങ്ങ് ചെല്ലാൻ തീരുമാനിച്ചാലും അത് പ്രൂഡന്റ് ആയിരിക്കുകയില്ല. കുഴപ്പമുണ്ടെന്ന് ഒരിക്കലും പറയില്ല. കാരണം പാദ്രപ്പിയോ ഒക്കെ അത്രയും സുദീർഘമായി വളരെ കുറച്ചുകൂടെ ഹ്രസ്വമായ ലത്തീൻ കുർബാനയൊക്കെ അർപ്പിച്ചിരുന്ന സമയത്ത് അത് കൂടാൻ വേണ്ടി ലക്ഷക്കണക്കിന് ആളുകൾ പോയി കാത്തിരുന്ന് അതിൽ അനുഭവിച്ച് പങ്കെടുക്കുകയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിനെ നമുക്ക് സമയം കൊണ്ട് അളക്കാൻ പറ്റില്ല എന്നാണ് നോർമലി പറയാം. ഓരോ കാർമ്മികനും ദൈവത്തോടാണ് സംസാരിക്കുന്നതെന്നും പരിപൂജ്യമായ കാര്യങ്ങളാണ് പരികർമ്മം ചെയ്യുന്നതെന്നും അവ ഓടിച്ചിട്ട് തീർക്കേണ്ടതോ അല്ലെങ്കിൽ ഒരു തിരക്കിന് പോകാൻ വേണ്ടി ഓടിച്ചിട്ട് തീർക്കണ പോലെ തീർക്കേണ്ടതോ അല്ലെങ്കിൽ തനിക്ക് തോന്നുന്ന പോലെ വലിച്ചു നീട്ടേണ്ടതോ ആകരുത് എന്നുമൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെയാണ് സഭയ്ക്ക് എപ്പോഴും ഉള്ളത്. അതിന്റെ പ്രോപ്പറായിട്ടുള്ള ചാൻറ്റിങ് നടക്കണം. എന്ന് കാണിക്കാതെ അത് പ്രോപ്പറായിട്ട് ചാൻറ്റ് ചെയ്യപ്പെടണം. അതിന് ഓരോന്നിനും ആവശ്യമുള്ള സമയം കൊടുക്കണം. നിശബ്ദത ആവശ്യമുള്ള സ്ഥലത്ത് നിശബ്ദത കൊടുക്കണം. ഇങ്ങനെ തുടങ്ങുന്ന കുറേ കാര്യങ്ങൾ വെച്ചിട്ടേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇത്ര മിനിറ്റിൽ താഴെ കുർബാന ചൊല്ലി പോകരുത് എന്നൊരു നിയമം അങ്ങനെയില്ല. സ്വീകരിക്കട്ടെ. നമ്മൾ തിരുനാളൊക്കെ ആഘോഷിക്കുമ്പോൾ ചില കാരണങ്ങൾ ചിലപ്പോൾ പലപ്പോഴും പലർക്കും പാപഹേതുവായി മാറുന്നുണ്ട് ചില ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ. അപ്പം അത് എങ്ങനെയാണ് ഒഴിവാക്കേണ്ടത്? അതായത് അത് ആ ഒരു സാഹചര്യത്തിലേക്ക് പോകാതിരിക്കേണ്ട ഉത്തരവാദിത്വം ഇടവക വൈദികനിൽ മാത്രം നിക്ഷിപ്തമാണോ, അതോ ഇടവക ജനങ്ങളിൽ അത് പാപഹേതുവാകുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ ഒഴിവാക്കപ്പെടേണ്ട ഉത്തരവാദിത്വം ആർക്കാണെന്ന് പറയാൻ പറ്റും? ഒരു പാപഹേതുവാകുന്ന സാഹചര്യങ്ങൾ ഏതാ ഉള്ളേ? ഇപ്പം നമ്മളിപ്പോ ഒരു ഗാനമേള പോലെയൊക്കെ നടത്തുകയെന്ന് കൂട്ടിക്കും, തിരുനാളിനോടനുബന്ധിച്ച്. ഓക്കെ, അവിടെ നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് പറയണം. ഒന്ന് തിരുനാൾ ആഘോഷവും തിരുനാൾ ആഘോഷത്തിന്റെ ബാഹ്യാഘോഷങ്ങളും രണ്ടും കൂടി. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു വിവാഹാഘോഷം നടക്കുന്നു, ഓഡിറ്റോറിയത്തിൽ ഫുഡ് നടക്കുന്നു. അപ്പോൾ ഓഡിറ്റോറിയത്തിലെ ഫുഡിനെ ആരാധനാക്രമത്തിന്റെ ഭാഗമായി കണക്കാക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഓഡിറ്റോറിയത്തിലെ ആ ആഘോഷം ഈ ആരാധനാക്രമത്തിന്റെ പരിശുദ്ധിക്കും മനോഹാരിതയ്ക്കും അത് സ്വീകരിച്ചിട്ട് വന്നിരിക്കുന്നവരുടെ വിശുദ്ധിക്കും തടസ്സമാകാനോട്ട് പാടുമില്ല. ഇത് തമ്മിൽ തുടരണം. രണ്ടും രണ്ടാണ്. ഈ ആരാധനയിൽ സംഭവിച്ചതിന്റെ തുടർച്ച ജീവിതത്തിൽ കാണണം. അതുകൊണ്ടാണ് ഒരു കല്യാണം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന പാടായ ചെറും പെണ്ണും ചെറുക്കോട് കൂടി കണ്ട അശ്ലീല പാട്ടുകളും ഇട്ട് ചുമ്മാ ഡാൻസും കളിച്ച് ഒരു മാന്യതയില്ലാത്ത പോലെ പെരുമാറുന്നത് കാണരുത് എന്ന് സഭ എപ്പോഴും അച്ഛന്മാരൊക്കെ എപ്പോഴും എടുത്തെടുത്ത് പറയാനുള്ള കാരണം അതാണ്. പക്ഷേ ഇത് രണ്ടും രണ്ടാണ്. എന്ന പോലെ ഈ തിരുനാളുകളെ സംബന്ധിച്ച് തിരുനാളുകളുടെ കേന്ദ്രം ആരാധനയാണ്. അതിനകത്ത് അത് അതിന്റെ സംശുദ്ധിയിൽ പരിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കപ്പെടുക തന്നെ വേണം. അങ്ങനെയേ അത് സംഭവിക്കാവൂ. ഇനി ഇത് കഴിഞ്ഞിട്ട് പിന്നീട് പലപ്പോഴും ഈ വർഷത്തിലൊരിക്കലും ഒരു തിരുനാളൊക്കെ വരുന്ന ആളുകളൊക്കെ ഒരുമിച്ച് കൂടുകയും അവർ ബാഹ്യമായ ഒരു ആഘോഷം കൂടി നടത്തുകയും കൂടി ചെയ്യുന്ന ഒരു ഘട്ടം അതിനുണ്ട്. അതിന് കാരണം അതിന്റെ ഒരു വിരുന്നിന്റെ ഡയമെൻഷനൊക്കെയാണ്. കൂട്ടായ്മ, അത് പ്രകടിപ്പിക്കുന്ന ഇടം തുടങ്ങിയ അർത്ഥത്തിൽ അത് ശരിയുമാണ്, നല്ലതുമാണ്. എന്ന് പറഞ്ഞാൽ ബാഹ്യമായ ആഘോഷങ്ങളും കൂടി തിരുനാളിനോട് കൂടെ ചേർന്നിരിക്കുന്നത് ഉചിതമാണ്. അത് നമ്മൾ മനുഷ്യരായതുകൊണ്ട് നമുക്കത് കൂടുതൽ രസകരം അനുഭവവേദ്യമാകാനും കൂട്ടായ്മയൊക്കെ ഒന്ന് ഇപ്പൊ നമുക്കറിയാലോ, പണ്ട് കാലത്ത് ഒക്കെ കാരണന്മാരുടെയൊക്കെ പണ്ടത്തെ ഓർമ്മകളൊക്കെ തിരുനാളിന് പോയിരുന്നത്, ഈശോമിശിഹ തന്നെ തിരുനാളിന് പോയതിനെ കുറിച്ച്. അപ്പൊ അങ്ങനെ പോയിരുന്നു. ഇപ്പൊ തിരുനാൾ കഴിഞ്ഞ് ഇങ്ങനെ ബാൻഡ് സെറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, പ്രദക്ഷിണമൊക്കെ പോയി, അങ്ങനെയൊക്കെ അത് അവരുടെ ആ ഓർമ്മകളൊക്കെ നല്ലതുമാണ്, ശരിയുമാണ്. ഇനി ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ദൈവത്തിന്റെ മഹത്വത്തിനും ധാർമ്മികതയ്ക്കും ചേരാത്തതൊന്നും ആ തിരുനാളാഘോഷത്തിനകത്ത് ഒരു സ്ഥലത്തും, ദേവാലയത്തിനകത്തും പുറത്തും വന്നുകൂടാ എന്ന് തിരുനാൾ നടത്തുന്നവർ ഉറപ്പുവരുത്തണം. തിരുനാള് നടത്തുന്നവർ എന്ന് പറഞ്ഞാൽ ഒന്നാമത് അത് ബഹുമാനപ്പെട്ട വികാരിയച്ഛനാണ്, അതിന്റെ മുകളിൽ അഭിവന്ദ്യ പിതാവാണ്. ഇനി ഇതിനകത്ത് കൂട്ടുത്തരവാദിത്വമുള്ളവരാണ് തിരുനാൾ കൺവീനറും കമ്മിറ്റിയും. അവർ ഒരുമിച്ചാണ് ആലോചിക്കുന്നത്, തീരുമാനമെടുക്കുന്നത്. പക്ഷെ അപ്പോഴും ആ തീരുമാനത്തിനകത്ത് ധാർമ്മിക പ്രശ്നമുണ്ടോ, അശുദ്ധിയുണ്ടോ എന്ന് നോക്കാനുള്ള അൾട്ടിമേറ്റ് കടമ വികാരിയച്ഛൻ്റെതാണ്.
എന്ന് വെച്ചാൽ ഇടവക സമൂഹം മുഴുവനും നമുക്കൊരു ആഭാസ നൃത്തം നടത്താമെന്ന് ഡിമാൻഡ് ചെയ്താലും അച്ഛൻ അത് അനുവദിക്കാനാവില്ല. അതുപോലെ തന്നെ അതിന്റെ ആഘോഷങ്ങൾക്കകത്തൊക്കെ ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് വേണമെങ്കിൽ ഒരു എന്താ പറയാ ഒരു 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 തിരുനാളിനകത്ത് ഒരു മതസൗഹാർദ്ദത്തിന്റെ ഭാഗമായിട്ട് 2-3 മതങ്ങളുടെ ആഘോഷങ്ങൾ അല്ലെങ്കിൽ ആചാരങ്ങളോ അല്ലെങ്കിൽ അവരുടെ കലാരൂപങ്ങളോ അവതരിപ്പിച്ചേക്കാം എന്ന് അങ്ങ് തീരുമാനിക്കാമെന്ന് വിചാരിച്ചു. അതിനൊരു വിധത്തിലും വൈദികൻ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി വൈദികൻ അത് ആവശ്യപ്പെടുവാണെങ്കിൽ ദൈവജനം അതിന് നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല, ആളുകളും അത് സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അത് ഉചിതമല്ല എന്ന് നമുക്കറിയാം. ഇനി ഇങ്ങനെ ഡിസ്പ്യൂട്ട് വരുന്ന സമയത്ത് തമ്മിൽ തല്ലുകയല്ല ചെയ്യേണ്ടത്, അഭിനന്ദ പിതാവിന്റെ അടുത്ത് പോയിട്ട് കാര്യം അവതരിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. പിതാവ് അത് ഡിസൈഡ് ചെയ്തോളും. പലപ്പോഴും നടക്കുന്നത് നിർഭാഗ്യവശാൽ നമ്മൾ തന്നെ തല്ലി തീർക്കാം എന്നുള്ള മട്ടില്ല, അച്ഛാ പറ്റത്തില്ല, അപ്പൊ അച്ഛൻ ഞാനിപ്പം നടത്തും, അങ്ങനൊന്നല്ല. അത് ഗോ ടു എ തേർഡ് പാർട്ടി, അതിന്റെ അതോറിറ്റിയിലേക്ക് പോകട്ടെ, അവരവിടെ ചെന്നിട്ട് അത് വിലയിരുത്തി വെച്ചു. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു നാടകം വിളിക്കുന്ന കാര്യത്തിലാണെങ്കിൽ പോലും ചിലപ്പോൾ ആ നാടകത്തിന്റെ മെസ്സേജ് തീർത്ത് നെഗറ്റീവ് ആയിരിക്കും. പൊതുവിൽ ഇപ്പൊ നാടകങ്ങളൊക്കെ എപ്പോഴും പള്ളിപ്പറമ്പുകളിലൊക്കെ അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചും കൂടി അവർ വന്നുകൊണ്ട് അത്ര കുഴപ്പമൊന്നും ഉണ്ടാവില്ല. സമയം ഉദാഹരണത്തിന് ഒരു ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ലെസ്ബിയൻ കൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു നാടകം ഭയങ്കര പോപ്പുലർ ആയി എന്ന് വിചാരിച്ചു. അപ്പൊ അവര് അത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കപ്പിൾ അവരുടെ ഒരു പ്രോഗ്രാം, അവരതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു പ്രോഗ്രാം നടത്താം, അത് ഭയങ്കര പോപ്പുലാരിറ്റി ഉണ്ട്, ആള് വേണം എന്നൊക്കെ പറയുകയാണ് എന്ന് കരുതുക. അത് നടപ്പിൽ വരുത്തേണ്ട കാര്യമില്ല. ഇനി ഇതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഇത് പറയാതിരിക്കാൻ പറ്റില്ല, അത് പറയേണ്ടത് തന്നെയാണ്. ഇത് എനിക്ക് കാര്യമായി പറയേണ്ടതാണ്, ഇത് കോണ്ടെക്സ്റ്റിൽ ഞാൻ പറയുന്നു മാത്രമേ ഉള്ളൂ. നമ്മുടെയൊക്കെ തിരുനാളുകൾ വളരെ സമുചിതമായി ആചരിക്കുന്നവയാണ്. ദേവാലയത്തിൽ അത് ആഘോഷിക്കുന്നു. അതിനുശേഷം അതിന്റെ ആഘോഷത്തിന്റെ ബാഹ്യരൂപങ്ങൾക്കായി നമ്മൾ കലാപരിപാടികൾ അവതരിപ്പിക്കാറുണ്ട്. 2 തരത്തിലുള്ള കലാപരിപാടികളാണ് അവതരിപ്പിക്കാറുള്ളത്. ഒന്ന് പുറത്തുനിന്ന് വിളിക്കുന്ന കലാപരിപാടികൾ, അതിനകത്ത് നാടകങ്ങളുണ്ടാവും, ഗാനമേളകളൊക്കെ ഉണ്ടാവും. പല രൂപതകളിലും ഈ സെക്കുലർ ഗാനമേളകൾ നിരോധിച്ചിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനകത്ത് പാടുന്ന പാട്ടുകൾ, പിന്നീട് ഉണ്ടാകുന്ന നൃത്തം, മദ്യപിച്ചു വരുന്നവരുടെ ബഹളങ്ങൾ, അങ്ങനെ ചുമ്മാ വെറുതെ കുടിച്ച് കൂത്താടേണ്ട ഒരു സ്ഥലമല്ല ദേവാലയ പരിസരം. അത് വിശുദ്ധമായ സ്ഥലമാണെന്നുള്ളത് കൊണ്ട് തന്നെ അതിനൊത്തിരി വളം വെച്ച് കൊടുക്കുന്നു എന്ന കാരണത്താൽ, പാട്ട് മോശമായതുകൊണ്ടൊന്നുമല്ല, കാരണത്താൽ സെക്കുലർ ഗാനമേളകൾ മിക്കവാറും രൂപതകളൊക്കെ നിരോധിച്ചിട്ടുണ്ട്. ഇനി നടത്തുകയാണെങ്കിൽ തന്നെ ഒരു എന്താ പറയാ പ്രാർത്ഥനാ സ്വഭാവമൊക്കെയുള്ള ഭക്തിഗാനമേളകൾ നടത്താൻ അനുവാദം ഉണ്ട് താനും, അത് നടത്തുകയും ചെയ്യാം, അതിനും കുഴപ്പമില്ല. ഇനി രണ്ടാമത്തെ കുറച്ചുകൂടെ നല്ല ഒരു കാര്യം, ഒരു ദിവസമെങ്കിൽ 2-3 ദിവസമൊക്കെ ആയിട്ട് അവതരിപ്പിക്കാണ് നാളിന്റെ ഇത്തരം ആഘോഷങ്ങൾ നടത്തുന്നതെങ്കിൽ നല്ല ഒരു കാര്യം, ആ ഇടവകയിലെ അംഗങ്ങളുടെ കൂട്ടായ്മ വർദ്ധിപ്പിക്കുന്ന കലാപരിപാടികൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. കുട്ടികളുടെ പരിപാടികൾ, മാതൃസംഘത്തിന്റെ പരിപാടികളൊക്കെ ആയിട്ട് എല്ലാവർക്കും പങ്കാളിത്തം കിട്ടുന്ന കലാപരിപാടികൾ അവതരിപ്പിക്കുക. അപ്പൊ ഇത് അവതരിപ്പിക്കാൻ ഒരു അവസരം കിട്ടുന്നത് മാത്രമല്ല, ഇതിനുവേണ്ടി ഇവർ ഒരുങ്ങുമല്ലോ, വീടുകളിലൊക്കെ ഒരുമിച്ച് കൂടും, പ്രാക്ടീസ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്ത് ഇവർ നന്നായിട്ട് ഒരുങ്ങും. അങ്ങനെ ഒരുങ്ങുമ്പോൾ തന്നെ ഇവരുടെ ഇടവകയുടെ കൂട്ടായ്മ ഒന്നുകൂടെ കുറച്ചുകൂടെ വർദ്ധിക്കും. അവർ ഒരുമിച്ച് പരസ്പരം കൂടുതൽ അറിയും, ബന്ധം വളരും. എന്നിട്ട് ഒരു കലാരൂപമൊക്കെ അവതരിപ്പിക്കും. അപ്പൊ അവർക്ക് സ്റ്റേജ് ചെയ്യാനൊക്കെ ഒരു അവസരമൊക്കെ കിട്ടും. എല്ലാവരും വന്ന് പോണതിനേക്കാളും നമ്മുടെ ആളുകൾക്ക് തന്നെ അവസരം കിട്ടും. മാത്രമല്ല എൻ്റെ കൊച്ചിന്റെ ഡാൻസ് ഒക്കെ ഉണ്ടെന്ന് അറിയുമ്പോഴത്തേനും ഉണ്ടെന്നുള്ളത് കൊണ്ട് മാതാപിതാക്കളൊക്കെ അത് കൂടുതൽ കൗതുകത്തോടെ കാണാൻ വരും. ഇതെല്ലാം അതിന്റെ നന്മകളാണ്. പക്ഷെ ഇതിനകത്തേക്ക് വലിയൊരു സൂക്ഷ്മത പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട വികാരിയച്ഛന്മാർക്കുണ്ടാകണം, വൈദികരായ ഞങ്ങൾക്കുണ്ടാകണം, വിശ്വാസ പരിശീലകർക്കുണ്ടാകണം, കാറ്റഗിസം ടീച്ചേഴ്സിനുണ്ടാവണം, ആത്മായ സമൂഹത്തിനുണ്ടാകണം, കൈക്കാരന്മാർ കൺവീനർമാർക്കൊക്കെ ഉണ്ടാകേണ്ടത് എന്താന്ന് വെച്ചാൽ അവതരിപ്പിക്കപ്പെടുന്ന കലാരൂപങ്ങൾ അവ കലാമൂല്യത്തെക്കാളും വിശ്വാസ മൂല്യങ്ങളുള്ളതായിരിക്കും. ഇടവക തിരുനാളിന് ആഘോഷിക്കുന്ന കലാരൂപങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരു ബൈബിൾ കൺവെൻഷനോ എന്ത് പ്രോഗ്രാം ആകട്ടെ, തിരുസഭ നടത്തുന്ന എല്ലാ പരിപാടികൾക്കും അതയുടെ കലാരൂപങ്ങളൊക്കെ ആണെങ്കിൽ എന്തായാലും അതിലിപ്പോൾ പാട്ടാവട്ടെ, ഡാൻസ് ആവട്ടെ, നാടകമാവട്ടെ, തിരുനാടകമാവട്ടെ, അതിനകത്തൊക്കെ വിശ്വാസ പ്രഘോഷണം ഉണ്ടാകണം. എന്ന് വെച്ചാൽ ദൈവം അവിടെ ഒരു വിഷയമായിരിക്കണം, ദൈവിക പ്രബോധനങ്ങൾ അതിനകത്ത് വിഷയമായിരിക്കണം, ധാർമ്മിക പ്രബോധനങ്ങൾ അതിനകത്ത് വിഷയമായിരിക്കണം. അതൊഴിവാക്കിയിട്ടുള്ള കലാപരിപാടികൾ കലയെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ പോലും അത് നമുക്ക് സ്വീകാര്യമാകേണ്ടതില്ല. കല മോശമായതുകൊണ്ടല്ല, പക്ഷെ ഒരു തിരുനാളിന്റെ കോണ്ടെക്സ്റ്റിലോ ഒരു ദേവാലയത്തിന്റെ കോണ്ടെക്സ്റ്റിലോ കലയേക്കാൾ പ്രധാനപ്പെട്ടതാണ് കലയിലൂടെ പ്രഘോഷിക്കപ്പെടുന്ന കാര്യം. കല എപ്പോഴും ഒരു മീൻസ് ആണ്. എന്നുള്ള മീൻസ് ആണ്? മനുഷ്യനെ പ്യൂരിഫൈ ചെയ്യുന്ന, ആനന്ദിപ്പിക്കുന്ന ഒരു മീൻസ് ആണ്. അപ്പം കലയ്ക്ക് അങ്ങനത്തെ ഒരു ദൗത്യമുണ്ട്. കല വെറും കലയ്ക്ക് വേണ്ടിയുള്ളതല്ല, അത് മനുഷ്യനെ പരിപോഷിപ്പിക്കാനും വിശുദ്ധീകരിക്കാനും ഒക്കെയുള്ള. ഒരു ദേവാലയത്തിലെ കലകൾ എപ്പോഴും കൂടുതൽ വിശുദ്ധ കലകളായിരിക്കേണ്ടതുണ്ട്. അത് ഗാനമായാലും ശരി, നൃത്തമായാലും ശരി. ഞാനൊക്കെ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പറയാം, പല ദേവാലയത്തിലും നമ്മുടെ കുട്ടികളെ കൊണ്ട് നമ്മുടെ സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഒത്തിരി അധ്വാനം എടുത്ത് കാറ്റഗിസം ടീച്ചേഴ്സിന്റെയും വൈദികരുടെയൊക്കെ നേതൃത്വത്തിൽ
ഒരു സെൻസും ഇല്ലാത്ത സിനിമാ ഗാനങ്ങളോ തമിഴ് പോലെയുള്ള സിനിമകളിൽ നിന്നൊക്കെയുള്ള വെറും കൂത്തും ദ്വയാർത്ഥങ്ങളും ഒക്കെയുള്ള പാട്ടുകളൊക്കെ വെച്ച് നമ്മുടെ പള്ളിപ്പറമ്പിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് ഈ കുർബാനയും കഴിഞ്ഞിട്ട് തുള്ളിക്കുന്നത് അനുചിതമാണ്, തീർച്ചയായിട്ടും അനുചിതമാണ്. ഇത് ഒരു കലയോടുള്ള എതിർപ്പൊന്നുമല്ല. പുറത്തൊരു സ്ഥലത്തൊരു സ്കൂളിൽ അവർ ഡാൻസ് കളിക്കട്ടെ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമൂഹത്തിന് അത് കൊടുക്കാൻ പറ്റുന്നില്ല, പിന്നെ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട് എന്താ അർത്ഥമുള്ളത്? ചിലപ്പോഴൊക്കെ ഉണ്ടല്ലോ, ഞാൻ തന്നെ ദേവാലയത്തിൽ കണ്ടിട്ടുണ്ട്, അതൊരു മതത്തോടുള്ളൊന്നുമല്ല, ചില വളരെ പോപ്പുലർ ആയിട്ടുള്ള ചില ഹൈന്ദവ സിനിമ ഗാനങ്ങൾ, ഹൈന്ദവ ആരാധനയുമായിട്ട് പ്രാർത്ഥനയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ദൈവങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതായ പാട്ടുകൾ ഡൈനാമിക് ആണെന്നുള്ളത് കൊണ്ട് എടുത്തിട്ട് നമ്മുടെ ദേവാലയത്തിൽ അതൊക്കെ വെച്ച് ഡാൻസ് കളിക്കേണ്ട ആവശ്യമില്ല. ഡാൻസ് കളിക്കുന്നത് അവരത് ചെയ്തോട്ടെ, അതിനെ നമ്മൾ ആദരിക്കുന്നു. പക്ഷെ ഒരു ദേവാലയത്തിന്റെ സംസ്കാരത്തിനും അതിന്റെ പരിശുദ്ധിക്കും അതിന്റെ സ്വഭാവത്തിനും ചേരാത്ത കലാരൂപങ്ങളുടെ അവതരണം ബഹുമാനപ്പെട്ട വികാരിയച്ചന്മാരും കൈക്കാരന്മാരും ഈ കൺവീനർമാരും കാറ്റസിൻ ടീച്ചേഴ്സോട് കൂടി നേരിട്ട് ഇടപെട്ട് തന്നെ അവസാനിപ്പിക്കേണ്ടതാണ്. നമ്മുടെ സ്ഥലം, നമ്മുടെ തിരുനാള്, അത് മിശിഹായെ, കർത്താവിനെ, സ്വർഗത്തെ, വിശുദ്ധരെ ഒക്കെ പ്രകീർത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ. വിശുദ്ധരുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അവതരിപ്പിക്കും, ഒരു നാടകം അവതരിപ്പിക്കും, സെക്കുലർ നാടകം നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് വിശുദ്ധരുടെ ജീവിതങ്ങളോ അതുമായിട്ട് ബന്ധപ്പെടുത്തിയ സാമൂഹ്യ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒക്കെ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും. അതേസമയം തീർത്തും ഈ സെക്കുലർ ആയിട്ടുള്ള നമ്മൾ പലപ്പോഴും ഒക്കെ കാണുന്ന, പുറത്ത് കാണുന്ന, പലപ്പോഴും നമുക്ക് കണ്ടാൽ നെറ്റി ചുളിക്കാൻ തോന്നുന്ന ആഭാസ സ്വഭാവം കൂടെയുള്ള ഗാനങ്ങൾ ഉപയോഗിച്ച് വെറുതെ തുള്ളിയിട്ട് ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ഗമയ്ക്കൊക്കെ ഇറങ്ങി പോകുന്ന പിള്ളേരെ പ്രോത്സാഹിപ്പിക്കരുത്. ഇത് സ്ഥലം ഏതാണെന്ന് അവരെ പഠിപ്പിക്കണം. അതിന്റെ ദൗത്യം എന്താണ്, ഉദ്ദേശം എന്താണെന്ന് പഠിപ്പിക്കണം. അതിന് സെലക്ട് ചെയ്യുന്ന പാട്ടുകൾക്ക് വിവേകത്തോടുകൂടെ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ജ്ഞാനമുള്ള മനുഷ്യരുണ്ടാവണം. ദേവാലയത്തിനകത്ത് കാറ്റസിൻ ടീച്ചേഴ്സ് ആയാലും മറ്റാളുകളും ആണെങ്കിലും വൈദികരൊക്കെ ഇതിനകത്ത് ഇടപെടണം. ഒരു തിരുനാളിന്റെ കലാപരിപാടികളൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അച്ഛന്മാർ ഞങ്ങൾ മാറി നിൽക്കരുത്. ഞങ്ങൾ അതിന്റെ ഫൈനൽ റിഹേഴ്സൽ കാണണം. എന്നിട്ട് ഇതിനകത്ത് കുഴപ്പമുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം. ഈ പാട്ട് നമുക്ക് ശരിയാവില്ല, നമുക്ക് ചേരില്ല, ആ കമന്റ് ഇതിനകത്ത് വേണ്ട. ഇങ്ങനത്തെ ഒരു ഡയലോഗ് ഒരു ക്രിസ്ത്യാനിക്ക് ചേർന്നതല്ല. അത് പറഞ്ഞു വരുമ്പം തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന സന്ദേശമാണ് ഹൈലൈറ്റ് ചെയ്തിരുന്നത്. നീ പറഞ്ഞു വരുന്നത്, ഈ നാടകത്തിൽ പറഞ്ഞു വരുന്നത് അവസാനം ഉണ്ടാകുന്ന നന്മയെക്കുറിച്ചാണ്. പക്ഷെ ഈ തിന്മ ഇത്രയും കയറ്റി പറയണ്ട എന്ന് തുടങ്ങുന്ന വിധത്തിൽ ഗൈഡൻസ് കൊടുത്ത് ഉറപ്പ് വരുത്തിയിട്ട് ആവശ്യമായ ഭാഗങ്ങൾ മുറിച്ചു മാറ്റിയിട്ട് മാത്രമേ അത് സ്റ്റേജ് ചെയ്യിപ്പിക്കാവൂ. അതിനുള്ള ഒരു എഫേർട്ട് ഈ തിരുനാൾ നടത്തുന്ന ആളുകൾക്കുണ്ടാകണം എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ മറുവശത്ത് ഇതിങ്ങനെ ചെയ്താൽ ഈ കൂട്ടായ്മ വർദ്ധിക്കും, ഇതൊരു കാറ്റക്കിസിസായി മാറും. കുഞ്ഞുങ്ങൾക്ക് തന്നെ ദേവാലയം ഒരു വിശുദ്ധ സ്ഥലമാണെന്നും വിശുദ്ധ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നും ബോധ്യം വരും. ഇത് നമ്മളങ്ങ് നഷ്ടപ്പെടുത്തി കളഞ്ഞുണ്ടല്ലോ. ഒരു ക്രിസ്മസിന് പോകുന്ന കരോളിനകത്ത് പോലും സിനിമ പാട്ടിട്ട് ഡാൻസ് കളിക്കാൻ പിള്ളേർക്ക് ഒരു വിഷമം ഉണ്ടാകത്തില്ല. ഇതിന്റെ കൂടെ ഈ ക്രിസ്മസിന് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും, നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ എന്തുമാത്രം വൾഗറായിട്ടുള്ള, വിശ്വാസ വിരുദ്ധമായിട്ടുള്ള, മിശിഹായെ പോലും കളിയാക്കുന്ന തരത്തിൽ, ഈശോയെ പോലും കളിയാക്കുന്ന തരത്തിലുള്ള എന്തോരം പാട്ടുകളാണ് ക്രിസ്ത്യാനികളായ ആളുകൾ ഇറക്കുകയും അത് ഉപയോഗിച്ച് ഇങ്ങനെ റീലുകൾ ഉണ്ടാക്കുകയും ചെയ്ത് പ്രചരിപ്പിച്ചത്. ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ കണ്ടോണ്ടിരിക്കുന്നതല്ലേ, നമ്മുടെ കുട്ടികൾ കാണും. നമ്മുടെ കുട്ടികൾക്ക് അതും ഇതും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവർക്ക് അത് കൊള്ളാവല്ലോ എന്ന് തോന്നും. അവർ ചിലപ്പോൾ അതും ഏതൊക്കെ വികൃതമായ വിധത്തിലൊക്കെയാണ് ഈശോയുടെ ജനനത്തെയും ഈശോയുടെ വളർച്ചയെയും ഒക്കെ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യും. എന്തുമാത്രം വേൾഡിലി ആയിട്ടാണെന്ന് പറഞ്ഞാൽ അതിന്റെ ആധ്യാത്മിക രഹസ്യങ്ങൾ, അതിന്റെ മിസ്റ്റിക്കൽ സ്വഭാവം, അതിന്റെ രക്ഷാകര വശം, അതിന്റെ ആധ്യാത്മിക വശം, അതിനകത്തുണ്ടാവേണ്ട ഭക്തി, ഈ സാധനമൊക്കെ കളയരുത്. ഈ കലാരൂപങ്ങൾക്കകത്തൊക്കെ ദൈവം നിന്ദിക്കപ്പെടാൻ ഇടവരരുത്. അതിനകത്തുണ്ടാവേണ്ട ഭക്തി അതിനകത്ത് നിലനിൽക്കണം, സ്നേഹം നിലനിൽക്കണം, സാഹോദര്യം നിലനിൽക്കണം, മനുഷ്യ നന്മ നിലനിൽക്കണം, വിശുദ്ധർ പ്രഘോഷിക്കപ്പെടണം, രക്തസാക്ഷികൾ മാനിക്കപ്പെടണം, ദൈവാരാധന പ്രകീർത്തിക്കപ്പെടണം. ഇതെല്ലാം കൂടെ കൂടിച്ചേരുന്ന വിധത്തിൽ മാത്രമേ ഈ കലാരൂപങ്ങൾ അവതരിപ്പിക്കാവൂ എന്ന് നമ്മൾ നിർബന്ധം പിടിക്കണം. ഇതിന്റെ ഭാഗം കൂടിയാണ് നമ്മുടെ ദേവാലയങ്ങളൊക്കെ. പരിശുദ്ധ സഭ, സിറോ മലബാർ സഭയൊക്കെ വളരെ കർക്കശമായ തീരുമാനം എടുത്തിട്ടുണ്ട്. നമ്മുടെ ദേവാലയങ്ങളും അതിന്റെ പരിസരവും ഒന്നും സിനിമ ഷൂട്ടിങ്ങിന് വെറുതെ വിട്ടുകൊടുക്കണ്ടായെന്ന്. ശാലം പോലെയുള്ള സംവിധാനങ്ങൾക്ക് കൊടുക്കാം. പക്ഷെ അങ്ങനെ അല്ലാത്ത ഒന്നും. കാരണം പല കാരണങ്ങളുണ്ട്. ഒന്ന്, ചിലപ്പോൾ നമ്മളോട് പറയണ കഥയായിരിക്കില്ല അവരത് പുറത്ത് അവതരിപ്പിക്കുന്നത്. എടുക്കുന്ന രണ്ടുപേര് പള്ളി വന്ന് പ്രാർത്ഥിക്കുന്നു എന്നായിരിക്കും കാണിക്കുന്നുണ്ടാവുള്ളൂ. പക്ഷെ ആ വരുന്നവര് ഏത് കോണ്ടെക്സ്റ്റിലാണ് വരുന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടായിരിക്കും ആ സിനിമയെ വരുമ്പോഴേക്കും. അപ്പൊ അങ്ങനത്തെ റിസ്കുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഇത് ദൈവാരാധനയുടെ സ്ഥലമാണ് എന്ന് തന്നെ ആളുകളെ പഠിപ്പിക്കുക തന്നെ വേണം. ഈ കലാരൂപങ്ങൾക്ക് വലിയ സ്വാധീനശേഷി ഉണ്ടെന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. നമ്മുടെ സിനിമകൾക്കകത്തൊക്കെ മിക്കവാറും അവതരിപ്പിക്കപ്പെടുന്ന ദേവാലയങ്ങളിലും
അതിനകത്ത് നടക്കുന്ന പ്രധാനമായും കല്യാണങ്ങളൊക്കെ കാണിക്കും. അതെങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കുറച്ച് പാട്ടുകാർ നല്ല പാട്ടൊക്കെ അങ്ങ് പാടുന്നു, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനമൊക്കെ പറഞ്ഞിരിക്കുന്നു, പെണ്ണ് കെട്ടു, കല്യാണം നടക്കുക, താലികെട്ട് നടക്കുകയെന്ന് വിചാരിച്ചോ, അവർ തമ്മിൽ കൊച്ചു വർത്താനം, ചില പ്രേമ രംഗങ്ങളൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യുന്നു. ഈ വിധത്തിലൊക്കെ നടക്കുന്ന ഒരു 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 സോഷ്യൽ ഗ്യാതറിങ്ങിന്റെ, ഒരു കോമാളിത്തരത്തിന്റെ ഒക്കെ ഒരു സ്ഥലമാണ് ദേവാലയം എന്ന് ഒരു ഇമേജ് ബോധപൂർവം പൊതുജനത്തിന് കൊടുക്കാൻ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഒരു ദേവാലയത്തിൽ ഒരു കുദാശയ്ക്ക് പോയി കഴിഞ്ഞാൽ അത് കണ്ടിട്ടുള്ള ഒരു മനുഷ്യന് കൃത്യമായിട്ട് അറിയാം ഒരു കാർമ്മികൻ എന്തുമാത്രം ഗൗരവമായിട്ടാണ് ഇവൻ ഫോട്ടോഗ്രാഫേഴ്സിനെ പോലും ഒതുക്കി നിർത്തുന്നത്, പ്രാർത്ഥിക്കാനിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നത്, ആദരവോടെ സംസാരിക്കുന്നത്, ഒരു വാക്കുപോലും അതിന് പുറത്ത് പറയാതിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ സിനിമകൾക്കകത്തൊക്കെ ഇങ്ങനെ വരുന്നു? അവരൊരിക്കലെങ്കിലും സിനിമ എടുക്കുന്ന പള്ളി പോയിട്ടുണ്ടാവേണ്ടതല്ലേ? ഇനി ഇല്ലെങ്കിൽ ഒന്ന് പോയി കാണേണ്ടതല്ലേ? കണ്ടിട്ടുള്ളവരല്ലേ? പക്ഷെ അവർ കണ്ടിട്ടുള്ളതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരെണ്ണം എന്തുകൊണ്ട് അവതരിപ്പിക്കുന്നു? അതിന് ആളുകളെ സ്വാധീനിക്കാൻ പറ്റുമെന്നറിയാം. അതുവഴി നടക്കുന്നത് ഡെസക്രേഷനാണ്. സെക്രഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിന്റെ സെക്രഡ്നെസ്സിനെ നഷ്ടപ്പെടുത്തുന്നതിനെയാണ് ഡെസക്രേഷൻ എന്ന് പറയുന്നത്. ദേവാലയ പരിസരം ഒരിക്കലും ഡെസക്രേഷനുള്ള സ്ഥലമാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഒരു കോമഡി ആൾക്കാരെ വിളിക്കുവാണെങ്കിൽ സഭ്യമായതും നന്മയായതുമായ തമാശകൾ മാത്രം ഇവിടെ പറഞ്ഞാൽ മതി. ദ്വയാർത്ഥ പ്രയോഗങ്ങൾ വേണ്ട, വൾഗർ വേണ്ട. ഞങ്ങൾക്ക് അതിന്റെ ടെക്സ്റ്റ് കാണണം, സ്ക്രിപ്റ്റ് കാണണം, അല്ലെ നിങ്ങൾ നേരത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് കാണണമെന്ന് പറയാനും, എന്നിട്ട് അതിരുന്ന് ആ തിരുനാൾ നടത്തുന്ന കമ്മിറ്റി, ബഹുമാനപ്പെട്ട വികാരിച്ചന്റെ നേതൃത്വം തന്നെ ഇരുന്നത് കണ്ടിട്ട് മാത്രം അത് ബുക്ക് ചെയ്യണം. കാരണം ഒരു 1,00,000 രൂപയെങ്കിലും കൊടുക്കുന്നുണ്ട് ഒരു വശത്ത്. അത് പണമല്ല അതിനകത്ത് വിഷയം, ഏറ്റവും കുറഞ്ഞത് അത്രയും മുടക്കുന്നുണ്ട്. അത് ഇടവക സമൂഹത്തിന്റെ സംഭാവനയാണ്. ആ ആഘോഷത്തിന്റെ പരിശുദ്ധിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന സമർപ്പണമാണ്. അതിനെ മാനിക്കണം. രണ്ടാമത്, ഇത് നടക്കുന്നത് എന്താണെന്നൊരു ബോധം നമുക്കുണ്ടാകണം. നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ ജനത്തെ പ്രാർത്ഥിക്കാൻ വിളിച്ചു കൂട്ടിയിട്ട്, വിശുദ്ധിയിലേക്ക് നയിക്കാൻ വിളിച്ചു കൂട്ടിയിട്ട്, അശുദ്ധിയുടെ പ്രചോദനം കൊടുത്ത്, ദുഷ്പ്രേരണ കൊടുത്ത് അവരെ പറഞ്ഞു വിടാൻ ഇടവരുത്തരുത് എന്ന് നമ്മൾ കാര്യമായിട്ട് ഉറപ്പുവരുത്തണം എന്ന് നമ്മളെല്ലാവരും, ഞങ്ങൾ വൈദികരും ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആത്മായ സമൂഹവും, പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാറ്റഗിസം ടീച്ചേഴ്സിന് പ്രധാനപ്പെട്ട റോളുണ്ട്, തിരുനാൾ കമ്മിറ്റിക്കാർക്ക് റോളുണ്ട്, കൈക്കാരന്മാർക്ക് പ്രത്യേകപ്പെട്ട റോളുണ്ട്. ഇനി ഇവരതൊക്കെ വൈലേറ്റ് ചെയ്യുകയാണെങ്കിൽ കണ്ടു നിൽക്കുന്ന ആളുകൾക്കും അതിനകത്ത് റോളുണ്ട് എന്നും കൂടെ ഈ അവസരത്തിൽ ഞാൻ പറയുമായിരുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. കർത്താവായ മിശിഹായെ, അങ്ങയുടെ ശരീരത്തിൽ ഞങ്ങളെ ഉൾച്ചേർത്ത് അങ്ങയുടെ ശരീരത്തിന്റെ എന്നേക്കുമായി അർപ്പിച്ച ബലിയിൽ ഞങ്ങളെ പങ്കാളികളാക്കുന്നു. ദൈവാരാധന ഞങ്ങളുടെ പ്രവൃത്തിയല്ല എന്നും ഞങ്ങളത് സ്വീകരിക്കുന്നവർ മാത്രമാണെന്നും ഞങ്ങൾ ഓർക്കുന്നു. പരിശുദ്ധ പിതാവ് ബെനഡിക്ട് മാർപ്പാപ്പ ഞങ്ങൾ ഒത്തിരി തവണ ഓർപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾ ദൈവാരാധന നിർമ്മിക്കുന്നവരല്ല, ഞങ്ങളത് സ്വീകരിക്കുന്നവർ മാത്രമാണ്. ദൈവാരാധന അവിടുന്ന് അത് പരിശുദ്ധ സഭ നൽകുന്ന വിധത്തിൽ, പരിശുദ്ധ സഭയെ അർപ്പിക്കുന്ന വിധത്തിൽ സ്വീകരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവാരാധനയ്ക്ക് വേണ്ടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഗാത്രമാണ് പരിശുദ്ധ സഭ എന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ രക്തം, അതിലൂടെ നൽകപ്പെട്ട രക്ഷ ഞങ്ങൾ സ്വീകരിക്കുന്ന ദൈവാരാധനയിലാണല്ലോ. പരിശുദ്ധ സഭയുടെ ആരാധനയുടെ ഭാഗഭാക്കുകളാകാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. അത് ഞങ്ങളുടെ ജീവിതത്തിന്റെ വലിയ വിശുദ്ധീകരണത്തിന് കാരണമായി തീർന്നു. കർത്താവെ, അങ്ങയുടെ ബലിയുടെ ആഘോഷമാണ് ഞങ്ങൾ ഓരോ ദിവസവും അർപ്പിക്കുന്നത്. അത് വിശുദ്ധിയോടെ, ശ്രദ്ധയോടെ, ഭക്തിയോടെ അർപ്പിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ സഭയുടെ ആരാധനാക്രമ ജീവിതം സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്ന, സ്വർഗരാജ്യത്തിന്റെ അനുഭവം ഇവിടെ വെച്ച് തരുന്ന അമൂല്യമായ നിമിഷങ്ങളാണ് എന്ന ഓർമ്മ ഞങ്ങൾ നിലനിർത്തുകയും ചെയ്യണമേ. കർത്താവായ യേശു നമ്മെ എല്ലാവരെയും ആരാധനാക്രമത്തിൽ സജീവ പങ്കാളിത്തമുള്ളവരാകാനും അതുവഴി അങ്ങയുടെ മരണത്തെ യുഗാന്ത്യം വരെ പ്രഘോഷിക്കുന്നവരാകാനും അതിൽ നിന്ന് തുടരുന്ന ശുശ്രൂഷകൾ ചെയ്യുന്നവരാകാനും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സംസർഗവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.